ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഷെല്ലിനകത്ത് അതായത് ഇപ്പൊ കെ ഷെല്ലാണെങ്കിൽ എസ്, എൽ ഷെൽ കെ ഷെൽ, എൽ ഷെല്ലാണെങ്കിൽ എസ് പി, ദെൻ എം ഷെല്ലാണെങ്കിൽ എസ് പി ഡി, അവസാനത്തത് കെ എൽ എം എൻ, എൻ ആണെങ്കിൽ എസ് പി ഡി എഫ്. അപ്പൊ ചോദ്യം ഡി ഷെല്ലിനകത്ത്, ഡി സബ് ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഡി സബ് ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? കറക്റ്റാണ്. അപ്പോ എസിനകത്ത് 2, പിക്കകത്ത് 6, ഡിക്കകത്ത് 10, എഫിനകത്ത് 14. എസിനകത്ത് വരുന്നത് 2, അതിന്റെ കൂടെ 4 കൂട്ടി പോയാൽ മതി, അത് കിട്ടും അല്ലെ. അടുത്ത ചോദ്യം, കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? പറഞ്ഞേടെ, കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ പറയാം. എത്രയാണ്? 20ആണ്. കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ ചോദിച്ചാൽ കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 തന്നെയാണ്. ഓക്കെ, കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്. അടുത്ത ചോദ്യം, നമ്മുടെ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? ക്ലോറിന്റെ അറ്റോമിക് നമ്പർ പറയണ്ടേ? ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17. കറക്റ്റാണ്. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17. അടുത്തത്, അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയായിരുന്നു? അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13. കറക്റ്റാണ്, അലൂമിനിയം 13. അപ്പൊ അലൂമിനിയം എന്ന് പറയുന്നത് എന്താണ്? ബോറോൺ ഫാമിലി അല്ലെങ്കിൽ അലൂമിനിയം ഫാമിലി 13th ഗ്രൂപ്പ് ആണ് അല്ലെ. അടുത്തത്, നമ്മുടെ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ നിങ്ങൾ പറഞ്ഞു 17. അങ്ങനെയാണെങ്കിൽ ക്ലോറിന്റെ വാലൻസി എത്രയാ? ക്ലോറിന്റെ വാലൻസി 1 ആണോ? 1 എന്നാണോ ഇപ്പൊ പറഞ്ഞത്? 1 എന്നാണോ പറഞ്ഞത്? അതെ സാർ, 1 പറഞ്ഞേ. ഓക്കെ. അപ്പൊ ക്ലോറിന്റെ വാലൻസി എത്രയെന്ന് ചോദിച്ചാൽ അത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അലൂമിനിയത്തിന്റെ വാലൻസി എത്രയായിരുന്നു? അലൂമിനിയത്തിന്റെ വാലൻസി പറഞ്ഞോളൂ. അലൂമിനിയത്തിന്റെ വാലൻസി 3 ആണ് കേട്ടോ. അതായത് അലൂമിനിയം എന്ന് പറയുമ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അലൂമിനിയം എന്ന് പറയുമ്പോൾ അതിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്. 13 അതിന്റെ അറ്റോമിക് നമ്പർ. അപ്പോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 283. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 283. നമ്മൾ അന്ന് ലാസ്റ്റ് കെമിസ്ട്രി ക്ലാസ് പഠിച്ചപ്പോൾ പറഞ്ഞതായിരുന്നു, 4 മുകളിൽ വരികയാണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം 4 മുകളിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം 4 മുകളിൽ വരികയാണെങ്കിൽ ആ നമ്പർ ഏതാണോ അതിനെ 8 നിന്ന് മൈനസ് ചെയ്യണം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം 4 മുകളിൽ വരികയാണെങ്കിൽ ആ നമ്പർ എത്രയാണോ അത് 8 നിന്ന് മൈനസ് ചെയ്യണം. അതാണ് നമ്മൾ ക്ലോറിന്റെ കേസിൽ പറഞ്ഞത്. ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് മൊത്തം 7 ആണ്. അത് 7 എന്ന് പറയുന്നത് 4നേക്കാളും വലിയൊരു നമ്പർ ആണ്. സോ നമ്മൾ 8 നിന്ന് 7 എന്ത് ചെയ്യും? മൈനസ് ചെയ്യും അല്ലെ. 8 നിന്ന് 7 മൈനസ് ചെയ്യും. അപ്പോ ക്ലോറിന്റെ വാലൻസ് എത്രയെന്ന് ചോദിച്ചാൽ 1 ആണ്. അതേസമയം നമ്മൾ അലൂമിനിയം പറഞ്ഞപ്പോ നമ്മൾ എന്താ പറഞ്ഞ? അലൂമിനിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 3 ഇലക്ട്രോൺ ആണ് ഉള്ളത്. 3 എന്ന് പറയുമ്പോൾ 4നേക്കാളും എന്തുകൊണ്ടും ചെറിയൊരു നമ്പറാണ്. അപ്പൊ പിന്നെ അതിനകത്ത് നമുക്കൊന്നും നോക്കാനില്ല. അതിന്റെ വാലൻസ് എത്രയാണ്? ആ നമ്പർ തന്നെയാണ്. 4നേക്കാളും ചെറിയൊരു നമ്പർ ആണെങ്കിൽ അത് തന്നെയാണ് വാലൻസി. അത്ര മാത്രം കൃത്യമായിട്ട് അതുകൊണ്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ഒരു ചോദ്യം കൂടെ കെമിസ്ട്രിയിലെ ചോദിക്കാനാണ്. ചാൽക്കോജൻ ഫാമിലി എന്നറിയപ്പെടുന്നത് എത്രാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളെയാണ്? ചാൽക്കോജൻ ഫാമിലി എത്രാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ പറഞ്ഞേ? കറക്റ്റ് ആണ്. ചാൽക്കോജൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? 16 തന്നെയാണ്. ഓക്കെ, ചാൽക്കോജൻ ഗ്രൂപ്പ് 16 ആണ്. അപ്പൊ നമ്മള് ഇന്നത്തെ ഇംഗ്ലീഷിലേക്ക് നമുക്ക് കടക്കാം അല്ലെ. ഇംഗ്ലീഷ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാല് ടെൻസ് ആണ്. ഈ ടെൻസ് എന്ന് പറയുന്ന സാധനം ഒരുപാട് പേർക്ക് ടെൻഷൻ ഉണ്ടാക്കണം. ഒരു മിനിറ്റ്. ടെൻസ് എന്ന് പറയുന്ന സാധനം ഒരുപാട് പേർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ അത് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അത് പഠിച്ചു കഴിഞ്ഞാല് സംഭവം സെറ്റാണ്. അത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ടെൻസ് എന്ന് പറഞ്ഞാൽ ആരും പേടിക്കാനൊന്നും വേണ്ട കേട്ടോ. പഠിക്കാൻ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, നമുക്കപ്പോ തുടങ്ങിക്കളാം അല്ലെ. 25 പേരായിട്ടുണ്ട് അല്ലെ. തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. തുടങ്ങാമോ? 25 പേരായി. തുടങ്ങാമോ? തുടങ്ങാമോ?
ഇനി ആരെങ്കിലും വരുമോ? വരുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പൊ 2 മിനിറ്റ് നമുക്ക് നോക്കാം. വരും ആൾക്കാർ വരുന്നേ ഉള്ളൂ. 2 മിനിറ്റ് നോക്കാം. എത്ര പേരെ അറ്റൻഡൻസ്? ഓക്കെ എന്നാ തോന്നില്ല. ഓക്കെ അപ്പോ ടെൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം. മനസ്സിലായില്ലേ? ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം. വേറെ ഒന്നും അതിനകത്ത് പറയാനല്ല. ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം എന്നാണ് ടെൻസ് എന്ന് പറഞ്ഞൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാല് ഈ ടെൻസ് ഇത്ര 3 തരംതിരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ടെൻസ് എന്ന് പറഞ്ഞത് 3 ടെൻസ് എന്ന് പറയുന്നത് 3 തരംതിരിച്ചിട്ടുണ്ട്. പ്രസന്റ് ടെൻസ് അഥവാ വർത്തമാനകാലം, പ്രസന്റ് ടെൻസ് അഥവാ വർത്തമാനകാലം, പ്രസന്റ് ടെൻസ് അഥവാ വർത്തമാനം, അറ്റ് പ്രസന്റ് നടക്കുന്നത് എന്ത്. പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ എന്താണ്? ഭൂതകാലം. പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഭൂതകാലം. ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ കാലം. പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഭൂതകാലം. ഇനി ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഭാവി കാലം. ഫ്യൂച്ചർ ടെൻസ് ഭാവി കാലം. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഫ്യൂച്ചർ ടെൻസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കണം. പക്ഷെ നമുക്ക് ആ പ്രസന്റും പാസ്റ്റും മാത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ. മനസ്സിലായില്ലേ? അപ്പോ ടെൻസ് എന്ന് പറഞ്ഞാൽ 3 ഉണ്ട്. ടെൻസ് എന്ന് പറഞ്ഞാൽ 3 വിധമുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഏത്? പ്രസന്റ് ടെൻസ്. ഓക്കെ, ഒന്നാമത്തതാണ് പ്രസന്റ് ടെൻസ്. അപ്പോ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ പ്രസന്റ് ടെൻസിനാണ് കൊടുക്കുന്നത്. അതിനകത്ത് സിമ്പിൾ പ്രസന്റ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. ഈ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? യൂഷ്വലി നടക്കുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങള്, പിന്നെ ഹാബിറ്റൽ ആക്ഷൻസിന്, പിന്നെ ഈ നമ്മുടെ എന്താണ് യൂണിവേഴ്സൽ ട്രൂത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സിമ്പിൾ പ്രസന്റ് കൊണ്ട് എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സിമ്പിൾ പ്രസന്റ് ഞാൻ ഇത് ജസ്റ്റ് ഇത് നിങ്ങൾ ആ ഒരു സെക്ഷൻ പഠിക്കുമ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഈ ഒരു സംഭവം ഞാൻ ആ ഡീറ്റെയിൽ ആക്കിയതാ. മനസ്സിലല്ല? അവിടെയാണ് തുടങ്ങുന്നത്. ഓക്കെ, സിമ്പിൾ പ്രസന്റ്. അപ്പോ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഒരു സംഗതിയാണ് സിമ്പിൾ പ്രസന്റ്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം, സബ്ജക്ട് പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ വെർബിന്റെ ബേസ് ഫോം, പിന്നെ ഒബ്ജക്റ്റ്. ഇത്ര മാത്രമേ എന്തിനകത്തുള്ളൂ? ഈ സിമ്പിൾ പ്രസന്റിനകത്തുള്ളൂ. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ ബേസ് ഫോം അല്ലെങ്കിൽ V1, പിന്നെ ഒബ്ജക്റ്റ്. ഇത്ര മാത്രമേ എവിടെയുള്ളൂ? നമ്മുടെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന സംഭവത്തിലുള്ളൂ. വളരെ എളുപ്പമാണ് സിമ്പിൾ പ്രസന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ എക്സാമ്പിൾ നോക്കിക്കേ. ഷീ സിങ്സ് സോങ്സ്. മനസ്സിലായില്ലേ? ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഇനി സിങ്സ്, ഇവിടെ സിങ് ആണ് നമ്മുടെ വെർബ്. അപ്പോ സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് എന്ത് ചേർത്തിരിക്കുന്നു? സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് ആ സിങ് എന്ന് പറയുന്ന ആ ഒരു വെർബിനോടൊപ്പം യെസ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ അവൾ പാട്ട് പാടും എന്ന് പറഞ്ഞാൽ എന്താണ്? യൂഷ്വലി അവൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. വല്ലപ്പോഴും അവൾ പാട്ട് പാടും. മനസ്സിലായോ? സോ അതൊരു പ്രസന്റ് ആണ്. പ്രസന്റ് എന്താണ്? വർത്തമാന കാലത്ത് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിനെ സിമ്പിൾ പ്രസന്റിൽ എന്ത് ചെയ്യുന്നു? എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ടു എക്സ്പ്രസ് എ ഹാബിച്വൽ ഓർ റിപ്പീറ്റഡ് ആക്ഷൻ, എന്താണ്? നമ്മള് ഹാബിറ്റ് ആയിട്ട് ചെയ്യുന്ന ആക്ഷൻ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയി ചെയ്യുന്ന ആക്ഷൻ. ഇവിടുത്തെ എക്സാമ്പിളില് അവൾ പാട്ട് പാടും എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും പാടും. അത് റിപ്പീറ്റ് ആയി ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ്. അതുകൊണ്ടാണ് എന്താ അതിനെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ യൂഷ്വലി റീഡ്സ് ടിൽ മിഡ് നൈറ്റ്. അവൾ സാധാരണയായി, ഇവിടെ സീത. ഓക്കെ, സീത യൂഷ്വലി റീഡ്സ് ടിൽ മിഡ് നൈറ്റ്. ഇവിടെ സീത ആണ് സബ്ജക്ട്. യൂഷ്വലി ഈ ഒരു വാക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. യൂഷ്വലി എന്ന് പറയുമ്പോ സാധാരണയായി, അതെന്ന് പറഞ്ഞാൽ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈം വേർഡ് അല്ലെങ്കിൽ കീവേഡ് ആണ് ഏത്? ഈ യൂഷ്വലി, നൗഡേയ്സ്, അങ്ങനെയൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. മനസ്സിലല്ലേ? സോ സീത യൂഷ്വലി റീഡ്സ് ടിൽ മിഡ് നൈറ്റ്. അവൾ രാത്രി വരെ വായിക്കും. സീത യൂഷ്വലി റീഡ്സ് ടിൽ മിഡ് നൈറ്റ്. സാധാരണയായി അവൾ രാത്രി വരെ വായിക്കും. അതൊരു എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെ, പ്രാപഞ്ചിക സത്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ എന്തുപയോഗിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. പ്രാപഞ്ചിക സത്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ എന്തുപയോഗിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ. ഭൂമി സൂര്യനെ ചുറ്റുന്നു. ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ. ഭൂമി സൂര്യനെ ചുറ്റുന്നു. അതുപോലെ നമുക്ക് പറയാം അല്ലെ, എന്താ? ദ
സൺ ഈസ് എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ, അതൊരു എന്താ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ, അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അല്ലെ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ പറഞ്ഞു വരുന്ന സംഭവം ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അപ്പോ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ദെൻ ടു എക്സ്പ്രസ് എ ഫ്യൂച്ചർ ആക്ഷൻ ആൾറെഡി പ്ലാൻഡ്, ഈ മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ടു എക്സ്പ്രസ് എ ഫ്യൂച്ചർ ആക്ഷൻ ആൾറെഡി പ്ലാൻഡ്. മനസ്സിലായില്ലേ? ആൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്യൂച്ചർ ആക്ഷനെ സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ആൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്യൂച്ചർ ആക്ഷനെ സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ആ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. ദ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 9 o'clock. ആ മാച്ച് തുടങ്ങുന്നത് 9 മണിക്കാണ്. മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 9 o'clock. ഇവിടെ ഈ ഒരു ഫ്യൂച്ചർ ആക്ഷൻ ആണ്, പക്ഷെ അത് ആൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഇത് ഇതിനകത്തുള്ള ഒരു വെറൈറ്റി കേസാണ്, അല്ലെങ്കിൽ ഒരു എക്സെപ്ഷണൽ കേസാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയാണ് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്ന സംഭവങ്ങൾ. അടുത്ത പിന്നെ പ്രോവർബ്, കൊട്ടേഷൻ, ഈ നമ്മുടെ എന്താ പറയുന്ന പഴഞ്ചൊല്ല്, അതുപോലെ നമ്മൾ എന്തെങ്കിലും കോട്ട്സ് അതൊക്കെ എഴുതുമ്പോഴും എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്, കുരയ്ക്കും പട്ടി കടിക്കില്ല. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. അടുത്ത എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ, അത് ജോൺ കീറ്റ്സിന്റെ ഒരു കൊട്ടേഷൻ ആണ്. മനസ്സിലായില്ലേ? ജോൺ കീറ്റ്സിന്റെ കൊട്ടേഷൻ. അപ്പോ പഴഞ്ചൊല്ലുകള് പിന്നെ കൊട്ടേഷൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ബിഗിൻ വിത്ത് ഹിയർ ഓർ ദെയർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ബിഗിനിങ് വിത്ത് ഹിയർ ഓർ ദെയർ. എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ബിഗിനിങ് വിത്ത് ഹിയർ ഓർ ദെയർ. ഹിയർ ഇത് അല്ലെങ്കിൽ അത്, അല്ലെ സോറി, ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് പറഞ്ഞ്, ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന എക്സ്ക്ലമേറ്ററി സെന്റൻസിലും എന്ത് യൂസ് ചെയ്യാറുണ്ട്? നമ്മള് സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഈ ബ്രോഡ്കാസ്റ്റ് കമന്ററി അത്രയും അതിന് ഡീപ്പായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പിന്നെ ടു എക്സ്പ്രസ് സയന്റിഫിക് ഫാക്ട് അതെന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. ടു എക്സ്പ്രസ് സയന്റിഫിക് ഫാക്ട് ഓഫ് പെർമനന്റ് ട്രൂത്ത്. ഇപ്പോ വാട്ടർ ഫ്രീസസ് അറ്റ് 0 degrees Celsius. ഈ വാട്ടർ ഫ്രീസസ് അറ്റ് 0 degrees Celsius എന്ന് പറയുമ്പോൾ ആ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതൊരു യൂണിവേഴ്സൽ ട്രൂത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? യൂണിവേഴ്സൽ ട്രൂത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ ഈ സയന്റിഫിക് ഫാക്ട് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അപ്പോൾ സയന്റിഫിക് ഫാക്ട് ആയാലും യൂണിവേഴ്സൽ ട്രൂത്ത് ആയാലും എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴും എന്തിലായിരിക്കും? സിമ്പിൾ പ്രസന്റിലായിരിക്കും. അടുത്ത് ടു എക്സ്പ്രസ് എ പെർമനന്റ് സ്റ്റേറ്റ്, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മളിപ്പോ എന്തായാലും കാരണം നമ്മള് ഈ ടു എക്സ്പ്രസ് എ പെർമനന്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലും അത് നമുക്ക് യൂണിവേഴ്സൽ ട്രൂത്തിലങ്ങ് പറയാം. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് UN ഈസ് അറ്റ് ന്യൂയോർക്ക്. അത് അവിടെ ഒരിക്കലും എന്തെയ്യുന്നില്ല, ചേഞ്ച് ആവുന്നില്ല. മനസ്സിലായില്ല? അപ്പൊ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. PSCയുടെ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു 5-6 സാധനം മാത്രം നോക്കിയാൽ മതി. എന്താണ്? ഹാബിച്വൽ ആക്ഷൻ റിപ്പീറ്റ് ചെയ്തു വരുന്ന ഹാബിച്വൽ ആക്ഷൻ, പിന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്, പിന്നെ പ്രോവർബ്, പിന്നെ പഴഞ്ചൊല്ലുകള്, കൊട്ടേഷൻ, പിന്നെ ആൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്യൂച്ചറിലെ ആക്ഷൻ. അതൊരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഐറ്റം ആണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സംഭവം കാണുമ്പോൾ അത് ഫ്യൂച്ചർ ആണെന്ന് വിചാരിച്ചുള്ളത്. ആൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്യൂച്ചറിലെ ആക്ഷൻ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കും. ഓക്കെ, സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കും. ഇത്രയും പറഞ്ഞത് ഓക്കെയാണോ? ഒന്ന് പറഞ്ഞേ. ഇത്രയും പറഞ്ഞത് ഓക്കെയാണോടെ? പറഞ്ഞേ. പറയടേ. ഓക്കെയാണ്. അപ്പൊ അടുത്ത് നമുക്ക് എങ്ങോട്ട് പോകാം? സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് പോകാം. ഒരു മിനിറ്റ്. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ കീവേഡ് വരുമെന്ന് പറഞ്ഞു. ആദ്യം ഒരു സെന്റൻസ് ഞാൻ വായിച്ചു. സീത യൂഷ്വലി റീഡ്സ് ടിൽ മിഡ്നൈറ്റ്. മനസ്സിലായില്ലേ? സീത യൂഷ്വലി റീഡ്സ് ടിൽ മിഡ്നൈറ്റ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോ അതിനകത്ത് ഒരു കീവേഡ് ആയിട്ട് അല്ലെങ്കിൽ ടൈം വേർഡ് ആയിട്ട് അത് പ്രസന്റ് ആണ് എന്ന് അതാണ് യൂഷ്വലി. അപ്പോ ഈ സംഭവങ്ങളായിട്ട് കൊടുത്തിരിക്കുന്ന ടൈം വേർഡ്സ് ഒക്കെ നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. മനസ്സിലായില്ലേ?
ആൾവേസ് എല്ലായ്പ്പോഴും, ഓഫൺ വല്ലപ്പോഴും, യൂഷ്വലി സാധാരണ, യൂഷ്വലി ജനറലി. ഓക്കെ, യൂഷ്വലി ജനറലി എന്ന് പറയുമ്പോൾ ഏറെക്കുറെ സെയിം മീനിങ് ആണ്. എന്താണ് സാധാരണ. പിന്നെ ഹാബിച്വൽ ആക്ഷൻസ്. ഓക്കെ, അത് ആ വാക്ക് നമുക്ക് കിട്ടും, ഹാബിച്വൽ ആക്ഷൻ. റയർലി, ഹാർഡ്ലി, വല്ലപ്പോഴും. അതെന്താണ്? റയർലി, ഹാർഡ്ലി, വല്ലപ്പോഴും. അത് നെഗറ്റീവ് വാക്കാണ്. എവർ, ഇൻ കേസ്, റെഗുലർലി, സംടൈംസ്, ദെൻ ഒക്കേഷണലി. ഒക്കേഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ല അവസരങ്ങളിലും, ഒക്കേഷണലി അവസരങ്ങളിലും. നെവർ, ഒരിക്കലുമില്ല. സെൽഡം, വല്ലപ്പോഴും. ആനുവലി, ഇനി ശ്രദ്ധിക്കേണ്ട വാക്ക് ആനുവലി. അവിടെ തന്നെ നമുക്ക് കിട്ടും. ആനുവലി എന്ന് പറയുമ്പോൾ അതിനകത്ത് ടൈം പറയുന്നുണ്ട്, വർഷത്തിൽ ഒരിക്കൽ അല്ലെ. ആനുവലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ടൈം വരുന്നുണ്ട്, വർഷത്തിൽ ഒരിക്കൽ. ദെൻ ഡെയിലി, ഡെയിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെയിലി, എല്ലാ ദിവസവും. ഡെയിലി എന്ന് പറയുമ്പോഴും എവരി ഡേ എന്ന് പറയുമ്പോഴും എന്താണ്? ഒരേ മീനിങ് തന്നെയാണ്. പിന്നെ എവരി വീക്ക്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് സിമ്പിൾ പ്രസന്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻസ് എന്ന് പറഞ്ഞ സംഭവം കിട്ടിയില്ലെങ്കിലും അതിനകത്തുള്ള ആ ഒരു കീ വേർഡുകളുണ്ട്. ആ കീ വേർഡുകൾ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. സിമ്പിൾ പ്രസന്റിന്റെ കീ വേർഡ്സ് പഠിക്കുക. അടുത്തത് അതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതൊന്ന് നോക്കിക്കേടെ. ഇത് നോക്കിക്കേ. സബ്ജക്റ്റ്, അതായത് നമ്മളെ സിമ്പിൾ പ്രസന്റിൽ വരുമ്പോ ഐ യു ദൈ വി, ഐ യു ദൈ വി, ഇതെല്ലാം പ്ലൂറൽ ആണ്. മനസ്സിലല്ലേ? ഐ എന്ന് പറയുമ്പോഴും യു എന്ന് പറയുമ്പോഴും അവിടെ ശരിക്കും ഒരു വ്യക്തിയേ ഉള്ളൂ. മനസ്സിലായോ? ഐ എന്ന് പറയുമ്പോഴും യു എന്ന് പറയുമ്പോഴും അവിടെ ശരിക്കും ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലെ റൂള് പ്രകാരം ഐ എന്ന് പറയുന്നതും യു എന്ന് പറയുന്നതും എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലെ റൂൾ പ്രകാരം ഐ എന്ന് പറയുന്നതും യു എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ പ്ലൂറൽ ആയിട്ട് വരുന്നത് കൊണ്ട് ഇതിന്റെ കൂടെ, അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ ഒരിക്കലും അതിന്റെ വെർബിന്റെ കൂടെ ഒരിക്കലും നമ്മൾ എസ് ചേർക്കില്ല. മനസ്സിലായല്ലേ? എസ് ചേർക്കില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, ഇംഗ്ലീഷ് ഭാഷയുടെ റൂൾ പ്രകാരം നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെ വരുന്ന വെർബിനോടൊപ്പം നമ്മൾ ഒരിക്കലും എസ് ചേർക്കില്ല. അതിന് എക്സാമ്പിൾസ് ആണ് ഐ, യു, ദൈ, വി. പോയിന്റ് ഓക്കെ ആണോ? പെട്ടെന്ന് പറഞ്ഞോ. ഈ പറഞ്ഞ പോയിന്റ് ഓക്കെ ആണോ? പറയടേ. ഈ പറഞ്ഞ പോയിന്റ് ഓക്കെ? ഓക്കെ. അപ്പൊ ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഐ എന്ന് പറഞ്ഞാലും യു എന്ന് പറഞ്ഞാലും അവിടെ വ്യക്തികൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ഒന്നേ പറയുള്ളൂ. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലെ റൂൾ പ്രകാരം ഐ എന്ന് പറഞ്ഞാലും യു എന്ന് പറഞ്ഞാലും അത് പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഐ യു ദൈ വി ഇതെല്ലാം എന്താണ്? പ്ലൂറൽ ആണ്. ഇനി ഈ പ്ലൂറലിനോട് ചേർന്ന് വരുന്ന വെർബ് എല്ലാം എപ്പോഴും എന്തായിരിക്കും? എസ് ചേർന്ന് വരുന്നതല്ല. ഈ പ്ലൂറലിനോട് ചേർന്ന് വരുന്ന വെർബില് ഒരിക്കലും എന്ത് ചെയ്യില്ല? എസ് ചേർന്ന് വരില്ല. അടുത്ത് കിടക്കുന്ന 3 സബ്ജക്ട് നോക്കിയേ. ഹി, ഷീ, ഇറ്റ്. മനസ്സിലായില്ലേ? അടുത്ത് കിടക്കുന്ന 3 സബ്ജക്റ്റ് ആണ് ഹി, ഷീ, ഇറ്റ്. അപ്പോ ഈ ഹി, ഷീ, ഇറ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. മനസ്സിലായില്ലേ? ഹി, ഷീ, ഇറ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. അങ്ങനെ സിംഗുലറിനോടൊപ്പം ചേർന്ന് വരുന്ന സബ്ജക്ട്, സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം ചേർന്ന് വരുന്ന വെർബ്, വെർബിനോടൊപ്പം എപ്പോഴും എന്തുണ്ടാവും? എസ് ഉണ്ടാവും. സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം ചേർന്ന് വരുന്ന ആ ഒരു വെർബിനോടൊപ്പം എപ്പോഴും എന്തുണ്ടാവും? എസ് ഉണ്ടാവും. ഈ ഒരു സംഭവം ശരിക്കും പലപ്പോഴും കൺഫ്യൂസ് ആവും. അതുകൊണ്ട് ഞാനൊരു ജസ്റ്റ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? ഈ നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോ സിംഗുലർ എന്ന് എഴുതുമ്പോൾ അതിൽ ആദ്യം വരുന്ന ലെറ്റർ എസ് ആണ്. മനസ്സിലായില്ലേ? സിംഗുലർ എന്ന് എഴുതുമ്പോൾ അതിൽ ആദ്യം വരുന്നത് ലെറ്റർ എസ് ആണ്. അപ്പൊ അത് മാത്രം ഓർമ്മിക്കുക. സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനോട് ചേർന്ന് വരുന്ന വെർബ്, ആ വെർബിനോടൊപ്പം നമ്മൾ എസ് ചേർക്കും. അപ്പോ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ്, അപ്പൊ സിംഗുലർ എന്ന വാക്ക് എഴുതുമ്പോൾ അതിലൊരു എസ് കിടപ്പുണ്ട്. സിംഗുലർ എന്ന വാക്ക് എഴുതുമ്പോൾ അതിനകത്തൊരു എസ് കിടപ്പുണ്ട്. ആ എസ് അതുപോലെ എടുത്ത് ആ വെർബിന്റെ കൂടെ എഴുതുക. സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് വന്നാൽ നമ്മൾ വെർബിനോടൊപ്പം എസ് ചേർക്കും. അത് വെച്ച് കണക്ട് ചെയ്യുക.
സിംഗുലറിലെ യെസ് എടുത്ത് ആ വെർബിന്റെ കൂടെ എഴുതിയാൽ മതി. അങ്ങനെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിരിക്കുക. മനസ്സിലായില്ലേ? അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അത് പറഞ്ഞു. അടുത്ത നോക്കിക്കേടെ, ഇത് നോക്കിയേ. ഈ സിമ്പിൾ പ്രസന്റ് ഐ സ്റ്റഡി ഇംഗ്ലീഷ്. മനസ്സിലല്ല? ഐ സ്റ്റഡി ഇംഗ്ലീഷ് പറയും. ഐ സ്റ്റഡി ഇംഗ്ലീഷ്, വി സ്റ്റഡി ഇംഗ്ലീഷ്, യു സ്റ്റഡി ഇംഗ്ലീഷ്. ഇതെല്ലാം എന്താണ്? ഡു ഫോം ആണ്. മനസ്സിലല്ല? ഐ സ്റ്റഡി ഇംഗ്ലീഷ്, വി സ്റ്റഡി ഇംഗ്ലീഷ്, ഇവയെല്ലാം എന്താണ്? ഡു ഫോം ആണ്. പക്ഷേ എങ്കില് റാം സ്റ്റഡീസ് ഇംഗ്ലീഷ്. റാം എന്ന് പറഞ്ഞാൽ എന്താ? റാം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ റാം എന്ന് പറഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റ് ആണ്. റാം എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. റാം അല്ലെങ്കിൽ ഹി അതെന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് വെർബിനോടൊപ്പം എന്ത് ചേർത്തു? യെസ് ചേർത്തു അല്ലെ? വെർബിനോടൊപ്പം യെസ് ചേർത്തു. പക്ഷെ അതിനകത്തൊരു ചെറിയ വ്യത്യാസം കിടപ്പുണ്ട്. വെർബിനോടൊപ്പം യെസ് അല്ല ചേർത്തിരിക്കുന്നത്. സ്റ്റഡി എന്ന് പറയുന്ന ആ ഒരു വെർബ് വന്നതുകൊണ്ട് അതിനോടൊപ്പം വൈ ആണ് അവസാനിക്കുന്നത്. സ്റ്റഡി എന്ന് പറയുന്ന വെർബ് അവസാനിക്കുന്നത് വൈയിലാണ്. ആ വൈ മാറി IES വരും. മനസ്സിലല്ലേ? സ്റ്റഡി എന്ന വെർബാണ്. അപ്പോ അത് എന്താണ്? സിംഗുലർ ഫോമിലാവുമ്പോഴത്തേക്കും അതെന്തായി? വൈ മാറി IES വരും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർമ്മിച്ചോളുക. ഓക്കെ, അടുത്തത് നമ്മൾ പോകുന്നത് യൂസസ് ഓഫ് സിമ്പിൾ. ഇത് പറഞ്ഞു, ആൾറെഡി ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ. പ്രസന്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസന്റ് പ്രോഗ്രസീവ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസന്റ് പ്രോഗ്രസീവ്. ഇത് അറ്റ് പ്രസന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഐ ആം ടീച്ചിങ് യു. അപ്പോ ഐ ആം ടീച്ചിങ് യു അതൊരെന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. യു ആർ ലിസണിങ് ടു മൈ ക്ലാസ്. നിങ്ങൾ എല്ലാവരും എന്റെ ക്ലാസ് എന്ത് ചെയ്യാണ്? ലിസണിങ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യു ആർ ആൾ ലിസണിങ് ടു മൈ ക്ലാസ്. അതും എന്താണ്? നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അല്ലെങ്കിൽ പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ് ആണ്. അറ്റ് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നുമില്ല, അറ്റ് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്ന, അറ്റ് പ്രസന്റ് ഒക്കർ ചെയ്യുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസന്റ് പ്രോഗ്രസീവ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. ദ ചൈൽഡ് ഈസ് സ്ലീപ്പിംഗ് നൗ. കുട്ടി ഇപ്പോൾ ഉറങ്ങുകയാണ്. കുട്ടി എന്താണ്? ഇപ്പോൾ ഉറങ്ങുകയാണ്. ഇതിനകത്തെ കീവേഡുകൾ കുറച്ചേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഈ നമ്മളെ അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് പഠിക്കുമ്പോൾ അതിനകത്ത് കീവേഡ് കുറച്ചേ ഉള്ളൂ. അതങ്ങ് പഠിക്കുക. നൗ, ഇതിനകത്ത് എന്താ? ശ്രദ്ധിച്ചാൽ മതി, കിട്ടും. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോ. റൈറ്റ് നൗ, അതും എന്താണ്? ഇപ്പോ. അറ്റ് പ്രസന്റ്, ഇപ്പോ. അറ്റ് ദിസ് മൂവ്മെന്റ്, അതും ഇപ്പോ. സ്റ്റിൽ, ഇതുവരെ. ടുഡേ, ഇന്ന്. ഇതാണ് എന്ത്? നമ്മളെ പ്രസന്റ് കണ്ടിന്യൂസിനകത്ത് വരുന്ന കീവേഡ്. ഈ പ്രസന്റ് കണ്ടിന്യൂസിനകത്ത് വരുന്ന കീവേഡിന്റെ എല്ലാം മിക്കതിന്റെയും അർത്ഥം അറ്റ് പ്രസന്റ് അല്ലെങ്കിൽ ഇപ്പോ എന്ന് മാത്രമായിരിക്കും ഈ പ്രസന്റ് കണ്ടിന്യൂസിനകത്ത് വരുന്ന കീവേഡ്സിന്റെ എല്ലാം അർത്ഥം. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിനകത്ത് വേറെ ഒന്നും വലുതായിട്ടില്ല. എന്ത് കാര്യമാണോ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തെ, റെപ്രസെന്റ് ചെയ്യാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അതിന്റെ കീവേഡ്, അതിന്റെ ടൈം വേർഡ് അല്ലെങ്കിൽ കീവേഡിന്റെ എല്ലാ മീനിങ് എപ്പോഴും എന്തായിരിക്കും? ഇപ്പോ എന്നൊരു മീനിങ് ആയിരിക്കും. പിന്നെ ടു ഡിനോട്ട് എ നിയർ ഫ്യൂച്ചർ ആക്ഷൻ ആൾറെഡി പ്ലാൻഡ്. അപ്പോ ഇനി നടക്കാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ആക്ഷൻ ആൾറെഡി പ്ലാൻ, നമ്മൾ ആൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്യൂച്ചർ ആക്ഷൻ, അത് നടക്കാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ആക്ഷൻ ആണ്. അപ്പോ എന്താണ്? ഉദാഹരണം, ദേ ആർ ഗോയിങ് ടു ഡൽഹി ടുമാറോ. നാളെ അവര് ഡൽഹിക്ക് പോവുകയാണ്. ദേ ആർ ഗോയിങ് ടു ഡൽഹി ടുമാറോ. ഇതൊരിക്കലും ഫ്യൂച്ചർ ടെൻസി പറയില്ല. ദേ ആർ ഗോയിങ് ടു ഡൽഹി ടുമാറോ. അവർ നാളെ എന്ത് ചെയ്യും? ഡൽഹിക്ക് പോവുകയാണ്. നാളെ എന്ന് പറയുന്ന സമയം, നാളെ എന്താ? ഈ ഒരു പർട്ടിക്കുലർ ഇന്ന് ഇപ്പോൾ ഉള്ള മൊമെന്റിലായിരിക്കും അവർ പറയുന്നത്. ഇന്ന് ഈ കാര്യം പറയുകയാണ്. എന്താണ്? നാളെ ഇതേ സമയം ഡൽഹി പോകും അല്ലെ? അപ്പോ ദേ ആർ ഗോയിങ് ടു ഡൽഹി ടുമാറോ. ആൾറെഡി പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. അതങ്ങനെ പറയത്തുള്ളൂ. അടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ദ വേർഡ്സ് ഓഫ് പൊസഷൻ, സ്റ്റേറ്റ്, ഫീലിംഗ്സ് ആൻഡ് സെൻസ് ഓഫ് ഇമോഷൻ, തിങ്കിങ്, അപ്പിയറൻസ് ഓർ ആർ നോൺ ആസ് സ്റ്റാറ്റിക് വെർബ്. അതായത് വെരി ബ്യൂട്ടിഫുൾ. ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സാധനം, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സാധനം എന്താണ്? ഒരിക്കലും ING ഫോം യൂസ് ചെയ്യില്ല. സ്റ്റാറ്റിക് വെർബ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇമോഷൻസ്, പിന്നെ അപ്പിയറൻസ്, പിന്നെ പൊസഷൻ, സ്റ്റേറ്റ്, ഫീലിങ്സ്, ഇവയെല്ലാമാണ് എന്ത്? സ്റ്റാറ്റിക് വെർബ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെർബ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞ കാര്യം വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ വെർബ്സ് ആണ് അല്ലെ? വെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു ചെയ്യുന്ന ആക്ഷനെ പറയുന്നതാണ് വെർബ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ആ വാക്ക് ശ്രദ്ധിക്കുക, സ്റ്റാറ്റിക് വെർബ്. സ്റ്റാറ്റിക് വെർബ് എന്ന് പറയുമ്പോൾ ഈ ഫീലിങ്സ്, അതായത് സ്റ്റാറ്റിക് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ നോക്കുക. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇല്ലാതെ നിലനിൽക്കുന്ന, അതാണ് സ്റ്റാറ്റിക് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ പൊസഷൻ, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഉടമസ്ഥാവകാശം. ഇനി സ്റ്റേറ്റ്, അവസ്ഥ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ അവസ്ഥ, മാനസികാവസ്ഥ, അതിനെയാണ് സ്റ്റേറ്റ് എന്ന് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഫീലിങ്സ്. ഫീലിങ്സ് എന്ന് പറയുന്നത് എന്താ? ഇമോഷൻസ്. ഓക്കെ, ഫീലിങ്സ് ആൻഡ് സെൻസ് ഓഫ് ഇമോഷൻ. ഫീലിങ്സ്, ഇമോഷൻ സെയിം ആണ്. പിന്നെ ചിന്ത. ചിന്തയും എന്താണ്? സ്റ്റാറ്റിക് വെർബാണ്. പിന്നെ അപ്പിയറൻസ്. ഇത്രയും നമ്മൾ എന്തിലാണ് പറയപ്പെടുന്നത്? സ്റ്റാറ്റിക് വെർബിലാണ് പറയപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കും, വെർബ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആക്ഷൻ വെർബുകളാണല്ലോ ചിന്തിക്കും. ആ ആക്ഷൻ വെർബിൽ നിന്ന് ചെറിയൊരു എക്സെപ്ഷണൽ കേസ് ആണ് ഈ സ്റ്റാറ്റിക് വെർബ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി സ്റ്റാറ്റിക് വെർബിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അതിനോട് എപ്പോഴും എന്ത് ചെയ്യില്ല? ING യൂസ് ചെയ്യില്ല. സ്റ്റാറ്റിക് വെർബിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിനോട് ഒരിക്കലും എന്ത് ചെയ്യില്ല? ING യൂസ് ചെയ്യില്ല. മനസ്സിലായല്ലേ? അപ്പോ ഷീ ഈസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ എന്ന് പറയുന്ന ആ ഒരു യൂസേജ് എന്താണ്? തെറ്റാണ്. ഷീ ഈസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ എന്ന് പറയുന്ന യൂസേജ് തെറ്റാണ്. അത് ശ്രദ്ധിക്കുക. ഷീ ഈസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ. ഓക്കെ, അപ്പിയറൻസ് ആണ്. ആ ഒരു ലുക്സ് എന്ന് പറയുന്ന വാക്കില്ലേ, ലുക്സ് എന്ന് പറയുന്ന വാക്ക് ഒരാളുടെ അപ്പിയറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോ ഈ ലുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നോക്കുക. ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക. അപ്പൊ അവിടെ ഷീ ഈസ് ലുക്കിംഗ് അറ്റ് യു. ഓക്കെ, ഒരു സെന്റൻസ് ഞാൻ പറയാം. ഷീ ഈസ് ലുക്കിംഗ് അറ്റ് യു. ആ സെന്റൻസ് ശരിയാണ്. ഷീ ഈസ് ലുക്കിംഗ് അറ്റ് യു. അവൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ലുക്കിംഗ് അറ്റ് യു. അവൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സെന്റൻസിനകത്ത് സ്റ്റാറ്റിക് വെർബ് എന്ന് പറയാനുള്ള സംഭവമൊന്നുമില്ല. അവള് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഷീ ഈസ് ലുക്കിംഗ് അറ്റ് യു. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞു, ഈ സ്റ്റാറ്റിക് വെർബ് എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ എന്താണ്? ആ അപ്പിയറൻസ്, പിന്നെ ഇമോഷൻസ്, ഇതിനെയൊക്കെ സ്ട്രെസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ. ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ. അവളുടെ അപ്പിയറൻസിനെയാണ് അവിടെ സ്ട്രെസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ. അവളുടെ അപ്പിയറൻസിന് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെയധികം സ്ട്രെസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് അവിടെ ING യൂസ് ചെയ്തിട്ടില്ലാത്തത്. ഇതൊരു റാങ്ക് മേക്കിംഗ് പോയിന്റ് ആണ്. വളരെയധികം ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? ഈ ഇപ്പോ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയണം എന്നുള്ള ആൾക്കാർ പറയടേ. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയണോ? പെട്ടെന്ന് പറഞ്ഞോ, പറയടേ. പറയടേ, ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയണോ? പെട്ടെന്ന് പറ. ഓക്കെ, പറ. ഓക്കെ, അപ്പോ ഞാൻ 2 എക്സാമ്പിൾ പറയാം. ഷീ ഈസ് ലുക്കിംഗ് അറ്റ് യു. ഷീ ഈസ് ലുക്കിംഗ് അറ്റ് യു. അവൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഷീ ഈസ് ലുക്കിംഗ് അറ്റ് യു എന്ന് പറയുമ്പോൾ അവൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ മീനിങ് ആണ്. അവിടെ അപ്പിയറൻസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റിക് വെർബിനെ ഡിനോട്ട് ചെയ്യുന്നില്ല. അപ്പിയറൻസ് എന്ന് പറയുന്ന സ്റ്റാറ്റിക് വെർബിനെ ഡിനോട്ട് ചെയ്യുന്നില്ല. ഷീ ഈസ് ലുക്കിംഗ് അറ്റ് യു. അവൻ നിന്നെ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളിവിടെ പറഞ്ഞു സ്റ്റാറ്റിക് വെർബ്. സ്റ്റാറ്റിക് വെർബ് എന്തെന്ന് നമ്മൾ പറഞ്ഞു. എന്താ സ്റ്റാറ്റിക് വെർബ് എന്ന് പറഞ്ഞാല്? വെർബ് ഓഫ് പൊസഷൻ, എന്തിന്റെങ്കിലും ഉടമസ്ഥാവകാശം, പിന്നെ എന്തെങ്കിലും ഒരു അവസ്ഥ, പിന്നെ ഇമോഷൻസ്, പിന്നെ ചിന്ത, പിന്നെ അപ്പിയറൻസ്. ഓക്കെ, ഇവിടെ നമ്മളെ സെന്റൻസിൽ എക്സാമ്പിൾ വന്നിരിക്കുന്നത് അപ്പിയറൻസ് ആണ്, അല്ലെ? അപ്പിയറൻസ്. ഈ സംഭവങ്ങളൊക്കെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യില്ല? ആ ING ഫോം, ആ ഒരു സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസിലാണെങ്കിൽ പോലും ING ഫോം ഒരിക്കലും യൂസ് ചെയ്യില്ല. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ. മനസ്സിലായില്ലേ? അവളുടെ അപ്പിയറൻസ് വളരെ സുന്ദരമാണ്. അവളുടെ അപ്പിയറൻസ് വളരെ എന്താണ്? സൗന്ദര്യമുള്ളതാണ്. അവളുടെ അപ്പിയറൻസ് വളരെ സൗന്ദര്യമുള്ളതാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, ആ അപ്പിയറൻസിനെയാണ് എന്താ ബ്യൂട്ടിഫുൾ എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ലുക്ക് എന്ന് പറയുന്നതിനോട് ING ചേർത്തിട്ടില്ല. ഓക്കെ, ലുക്ക് എന്ന് പറയുന്നതിനോട് ING ചേർത്തിട്ടില്ല. ഇതെന്താണ്? ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പക്ഷെ ഈ സംഭവം കാണുമ്പോൾ സിമ്പിൾ പ്രസന്റ് എന്ന് തോന്നും. പക്ഷെ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഐറ്റം ആണ്. ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അടുത്ത പോയിന്റ്, പ്രസന്റ് കണ്ടിന്യൂസ് എവിടെയൊക്കെ യൂസ് ചെയ്യും, അല്ലെ? പ്രസന്റ് കണ്ടിന്യൂസ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? ഫോർ ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. നമ്മൾ പറഞ്ഞു, ഇത് ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ അതായത് എന്താണ്? നടന്നുകൊണ്ടിരിക്കുന്ന, അറ്റ് പ്രസന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം, അറ്റ് പ്രസന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിൽ റെപ്രസെന്റ് ചെയ്യാം.
എക്സാമ്പിൾ വായിച്ചു തരാം. ശ്യാം ഈ സിംഗിങ് എ സോങ് നൗ. ശ്യാം എന്താണ് ഇപ്പൊ ഒരു പാട്ട് പാടുകയാണ്. അതെന്താണ്? ആക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. നമ്മള് പറയുന്ന അവസരത്തിൽ സംഭവിക്കുന്ന കാര്യം. ദെൻ ഷോണി ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ് അറ്റ് ദിസ് ടൈം. ഈ അവസരത്തിൽ ഷോണി എന്താണ്? ചെടിക്ക് വെള്ളം നനയ്ക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ആണ്. അടുത്ത മേരി ഈസ് വർക്കിംഗ് അറ്റ് എ കമ്പ്യൂട്ടർ സെന്റർ. ഇവിടെ മേരി എന്താണ്? ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ജോലി ചെയ്യുകയാണ്. അത് ഡെയിലി നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അത് നമ്മളിപ്പോ മേരി കമ്പ്യൂട്ടർ സെന്ററിൽ വർക്ക് ചെയ്യാണ്. അത് രാത്രിയാണ്. നമ്മൾ പറയുന്നത് രാത്രിയായിരിക്കും, പക്ഷെ മേരി ജോലിക്ക് പോകുന്നത് പകലായിരിക്കും. അപ്പോ ആ ഒരു ടൈം ഓഫ് സ്പീക്കിങ്ങിൽ നടക്കുന്ന കാര്യം ആയിരിക്കില്ല. പക്ഷെ ആക്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. മേരി എന്നും എന്താണ്? ജോലിക്ക് പോവുകയാണ്. മനസ്സിലല്ലേ? മേരി എന്നും ജോലിക്ക് പോവുകയാണ്. സോ അതെന്താണ്? കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. മേരി ഈസ് വർക്കിംഗ് അറ്റ് എ കമ്പ്യൂട്ടർ സെന്റർ. അടുത്തത് ടു ടോക്ക് അബൌട്ട് ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ബീൻ പ്ലാൻ. അതൊക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, അത് വേണ്ട. അടുത്തത് വിത്ത് ആൾവേസ്, വെരി ഓഫൺ, ഫോർ അവർ, കോൺസ്റ്റന്റ്ലി. Describe an action that happens many times or frequently. They are always arguing. അപ്പൊ ഈ സെന്റൻസ് ശ്രദ്ധിച്ചാൽ അറിയാം, വല്ലപ്പോഴും നടക്കുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ എന്താണ് റിപ്പീറ്റഡ്ലി നടക്കുന്ന കാര്യങ്ങള്, അതിനെയും നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രസന്റ് കണ്ടിന്യൂസ് കൊണ്ട് എന്ത് ചെയ്യും? റെപ്രസെന്റ് ചെയ്യും. വിത്ത് ആൾവേസ്, വെരി ഓഫൺ, ഫോർ എവർ, കോൺസ്റ്റന്റ്ലി. ഈ വാക്കുകൾ എന്താണ്? വിത്ത് ആൾവേസ്, വെരി ഓഫൺ, ഫോർ എവർ, കോൺസ്റ്റന്റ്ലി. ഇവയെല്ലാം വരുന്ന രീതിക്ക് സെന്റൻസുകൾ എന്ത് ചെയ്യും? നമ്മൾ റെപ്രസെന്റ് ചെയ്യും. എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസിൽ. ദേ ആർ ആൾവേസ് ആർഗ്യൂയിങ്. അവർ എപ്പോഴും, നോക്കിയേ, ആൾവേസ് എന്ന് പറയുന്ന വാക്ക് അവിടെ ഉണ്ട്. മനസ്സിലല്ലേ? ആൾവേസ് എന്ന് പറയുന്ന വാക്ക് അവിടെ ഉണ്ട്. ദേ ആർ ആൾവേസ് ആർഗ്യൂയിങ്. അവർ എപ്പോഴും എന്ത് ചെയ്യാണ്? വാഗ്വാദത്തിൽ ഏർപ്പെടുകയാണ്. അവർ എപ്പോഴും വാഗ്വാദത്തിൽ ഏർപ്പെടുകയാണ്. അടുത്ത് ആ ടൈം വേർഡ്സ് നമ്മൾ ആൾറെഡി പറഞ്ഞു അല്ലെ? നൗ, റൈറ്റ് നൗ, അറ്റ് പ്രസന്റ്. ടൈം വേർഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾസ് നോക്കിക്കേ. വി ആർ പ്ലേയിങ് നൗ. ദ ചൈൽഡ് ഈസ് ഡ്രിങ്കിങ് മിൽക്ക് നൗ. ഇവിടെ ദ ചൈൽഡ് സബ്ജക്ട്, ദ ചൈൽഡ് ഉണ്ട്. ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉണ്ട്. പിന്നെ വെർബ് പ്ലസ് ഐ എൻ ജി ഫോം ഉണ്ട്. ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോ ഈ എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് വേണം, ഓക്സിലറി വെർബ് വേണം, പിന്നെ വെർബിന്റെ ബേസ് ഫോം പ്ലസ് ഐ എൻ ജി വേണം, പിന്നെ ഒബ്ജക്റ്റ് വേണം. ഇതാണ് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻസ്. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ്. ഒരു മിനിറ്റ്, ഇത്രയും പറഞ്ഞ നോക്കിയായോ? നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ഓക്കെ ആണോ? പറഞ്ഞില്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് ഓക്കെ ആണോ? പറയടേ. പ്രസന്റ് കണ്ടിന്യൂസ് ഓക്കെ ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ഓക്കെ. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ഓക്കെ ആണ്. നമുക്ക് എവിടെ പോകാം? പ്രസന്റ് പെർഫെക്റ്റിലോട്ട് പോവാം. ടെൻസ് എന്ന് പറയുമ്പോഴും അത്യാവശ്യം കട്ടിയുള്ള ഒരു സംഭവമാണ്. പക്ഷെ ടെൻസ് പഠിച്ചു വെച്ചിരുന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ടെൻസ് എന്ന് പറഞ്ഞാല് ടെൻസിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് ഒരു പരീക്ഷയ്ക്കും ചോദിക്കില്ല. എല്ലാം ആ ടെൻസിനെ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ബാക്കിയുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിന്റെയും എന്താ പറയുന്ന ഓപ്ഷൻ എലിമിനേറ്റിംഗ് ടെക്നിക് ഉൾപ്പെടെ നമ്മൾ ആ ഒരു രീതിക്ക് നമ്മൾ എന്ത് എക്സ്പെർട്ടൈസ്ഡ് ആവും, അത്രയും സ്ട്രോങ് ആവും. അതാണ് ടെൻസിന്റെ പ്രത്യേകത. അപ്പോ ടെൻസ് പഠിക്കുക. അത് ശരിക്കും പലർക്കും ബേസ് ഇല്ലാത്തവർക്ക് പാടുള്ള സംഭവമാണ്. പക്ഷെ പഠിച്ചെടുത്തു കഴിഞ്ഞാല് അത് വളരെയധികം അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ്? പ്രസന്റ് പെർഫെക്റ്റ്. ഈ പ്രസന്റ് പെർഫെക്റ്റിന്റെ സംഭവം എന്ന് പറഞ്ഞാല് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ആക്ഷൻസിന്, മനസ്സിലായില്ലേ? ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ആക്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഫോം ഉണ്ട്, മനസ്സിലല്ലേ? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്, പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. പറഞ്ഞു ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ആക്ഷൻസ് ആണ്. അപ്പൊ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാന്ന് പറയുമ്പോൾ അത് V3 പറയത്തുള്ളൂ. പക്ഷേ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ആക്ഷൻ ആയതുകൊണ്ട് അവിടെ നമുക്ക് ഹാസ് ഓർ ഹാവ് ചേർക്കാം. മനസ്സിലല്ലേ? ഹാസ് ഓർ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ഒന്നുകൂടെ, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. അതാണ് ഏത്? പ്രസന്റ് പെർഫെക്റ്റ്. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ.
ഈ ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്ന് പറയുമ്പോൾ എന്താ സംഭവം? അവൻ ജസ്റ്റ് ആ ലെറ്റർ എഴുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ, ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റിന് മുമ്പ് ആ ലെറ്റർ എഴുതി തീർത്തു. മനസ്സിലായില്ലേ? ഐ എന്ന് പറഞ്ഞാൽ സബ്ജക്ട്, ഹാവ് എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബാണ്. ഇനി റിട്ടൺ എന്ന് പറയുമ്പോൾ എന്താണ്? വെർബിന്റെ തേർഡ് ഫോം. റിട്ടൺ എന്ന് പറഞ്ഞാൽ വെർബിന്റെ തേർഡ് ഫോം, ലെറ്റർ ആണ് അവിടുത്തെ ഒബ്ജക്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. To express completed activities in the recent past പറഞ്ഞായിരുന്നു. അതിന്റെ എക്സാമ്പിൾ പറയാം. ഷീ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. ഇവിടെ ഷീ ആണ്. ഇതിനകത്തൊരു എക്സെപ്ഷൻ, ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാല് ഐ എന്ന് പറയുന്ന സബ്ജക്ട് വരുമ്പോൾ ഐ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട് വരുമ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിൽ എപ്പോഴും എന്തെടുക്കണം? ഹാവ് എടുക്കണം. മനസ്സിലായില്ലേ? ഐ എന്ന് പറഞ്ഞാല് പ്ലൂറൽ ആണ്. നമ്മൾ പറഞ്ഞു ആൾറെഡി ഐ എന്ന് പറയുന്ന സബ്ജക്ട് എന്താണ്? പ്ലൂറൽ ആണ്. ഇംഗ്ലീഷിന്റെ റൂൾ പ്രകാരം ഐ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട് വരുമ്പോൾ നമ്മൾ എന്തെടുക്കണം? ഹാവ് എടുക്കണം. മനസ്സിലായില്ലേ? പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട് വരുമ്പോൾ നമ്മൾ എന്തെടുക്കണം? ഹാവ് എടുക്കണം. ഇനി നോക്കിക്കേ, ഷീ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. ഷീ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. ഷീ ആണ് സബ്ജക്ട്. ഹാസ് എന്ന് പറഞ്ഞാൽ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ ആയതുകൊണ്ട് ഷീയോടൊപ്പം, ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റിനോടൊപ്പം എന്ത് വന്നിരിക്കുന്നു? ഹാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് വന്നിരിക്കുന്നു. പിന്നെ ഗോൺ ഔട്ട്. ഗോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? V3 ആണ്. ഗോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോൺ, ഗോ വെന്റ് അല്ലെ, വെന്റ് ഗോൺ, വെന്റ് ഗോൺ, V3 ആണ്. ഓക്കെ, അടുത്ത് ടു എക്സ്പ്രസ് പാസ്റ്റ് ആക്ഷൻ ഹൂസ് ടൈം ഈസ് നോട്ട് ഗിവൺ. പലതിന്റെയും എന്താണ്? ടൈം തന്നിട്ടുണ്ടാവില്ല. ആ ഒരു പാസ്റ്റിൽ നടന്ന ആക്ഷൻസ് ആണ്, പക്ഷെ അതിന്റെ ടൈം സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രസന്റ് പെർഫെക്റ്റിൽ എന്ത് ചെയ്യും? റെപ്രസെന്റ് ചെയ്യും. ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഞാൻ അവനെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ആ സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ സെന്റൻസ് ഫോർമേഷൻ, അതായത് സബ്ജക്ട്, ഓക്സിലറി വെർബ്, പിന്നെ വെർബ്, ആ വെർബിന്റെ ഏത് ഫോം ആണ്, ഇത്രയും മാത്രം ശ്രദ്ധിക്കുക. സെന്റൻസിലെ സബ്ജക്ട് ഐ ആണ്. ഓക്കെ, സെന്റൻസിലെ സബ്ജക്ട് ഐ ആണ്. ഐ കഴിഞ്ഞാൽ ഹാവ് വന്നിരിക്കുന്നു. പിന്നെ സീൻ എന്ന് പറഞ്ഞാൽ അത് V3 ആണ്. സീൻ എന്ന് പറഞ്ഞാൽ അത് V3 ആണ്. അതുകൊണ്ട് ഈ സെന്റൻസ് എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അടുത്ത ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ നോക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ജസ്റ്റ് നെക്സ്റ്റ് കിടക്കുന്ന ആ ഒരു സെന്റൻസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് PSCക്ക് പല തവണ ചോദിച്ച ചോദ്യം. മനസ്സിലായില്ലേ? ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഹാപ്പൻഡ് ബിഫോർ ദ എക്സ്പെക്ടഡ് ടൈം ഇൻ ദ പാസ്റ്റ്. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഹാപ്പൻഡ് ബിഫോർ ദ എക്സ്പെക്ടഡ് ടൈം ഇൻ ദ പാസ്റ്റ്. അപ്പോ ഇങ്ങനെയുള്ള ആ ഒരു സെന്റൻസ് നമ്മൾ നമ്മൾ ഒരു കാര്യം പറയുമ്പോ ആ എക്സ്പെക്ടഡ് ടൈമിനുള്ളിൽ തന്നെ അത് നടന്നിട്ടുണ്ടെങ്കിൽ, ആ എക്സ്പെക്ടഡ് ടൈമിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയുന്ന അവസരത്തിൽ ആ ഒരു എക്സ്പെക്ടഡ് ടൈമിന് മുമ്പ് തന്നെ ആ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്രസന്റ് പെർഫെക്റ്റിൽ എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. അവിടെ വേർഡ് ആൾറെഡി യൂസ് ചെയ്യും. ആൾറെഡി എന്ന് പറയുന്ന ആ ഒരു കീവേഡ് യൂസ് ചെയ്യും പ്രസന്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ. നമ്മൾ ഒരു ആക്ഷൻ നമ്മൾ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ പറയുന്നു, അതിന് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്ടഡ് ടൈമിൽ പറയുന്നു, അതിന് മുമ്പ് തന്നെ ആ ആക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആൾറെഡി എന്നൊരു വാക്ക് ഉപയോഗിക്കും. അതും എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഷീ ഹാസ് ആൾറെഡി പെയ്ഡ് ദ ഫീ. ഓക്കെ, ഷീ ഹാസ് ആൾറെഡി പെയ്ഡ് ദ ഫീ. ശ്രദ്ധിച്ചേടെ, അവിടെ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഹാസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വെർബാണ്. ആൾറെഡി എന്ന് പറയുന്ന വാക്ക് അവിടെ വന്നിട്ടുണ്ട്. പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? V3 ആണ്. പെയ്ഡ് എന്താ? V3 ആണ്. അപ്പൊ അതെന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അത് ദ ട്രെയിൻ ഹാസ് ആൾറെഡി ലെഫ്റ്റ് ദ സ്റ്റേഷൻ. ദ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സിംഗുലർ ആണ്. ഇനി ഹാസ് ഓക്സിലറി വെർബാണ്. ആൾറെഡി അവിടെ അതുപോലെ വന്നിട്ടുണ്ട്. ലെഫ്റ്റ് ദ സ്റ്റേഷൻ, ലീവിന്റെ V3 ആണ് എന്ത്? ലെഫ്റ്റ്. മനസ്സിലായില്ലേ? ലീവിന്റെ V3 ആണ് ലെഫ്റ്റ്. സോ പ്രസന്റ് പെർഫെക്റ്റ് വന്നിട്ടുണ്ട്. അടുത്ത് ഇത് എല്ലാത്തിലും ഉള്ള ടൈം വേർഡ് ഒന്ന് പഠിച്ചു വെക്കുക. മനസ്സിലായില്ലേ? പറ്റുന്ന പോലെയൊക്കെ എല്ലാത്തിലുള്ള ടൈം വേർഡ് പഠിച്ചു വെക്കുക. മിക്കതിലെയും ടൈം വേർഡൊക്കെ കോമൺ ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് പഠിച്ചു വെക്കുക. പക്ഷെ ഇതിനകത്ത് ആ സിൻസ് ഫോർ എന്ന് പറയുന്ന 2 ടൈം വേർഡ് കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? സിൻസ് ഫോർ എന്ന് പറയുന്ന ടൈം വേർഡ് അതൊന്ന് നോക്കുക കേട്ടോ. സിൻസ് എന്ന് പറയുമ്പോ എന്താ? സിൻസ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ഒരു പോയിന്റ്, ഇത് PSCയുടെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ് കേട്ടോ.
സിൻസ് എപ്പോഴും ഒരു പോയിന്റ് ഓഫ് ടൈമിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സിൻസ് എപ്പോഴും ഒരു പോയിന്റ് ഓഫ് ടൈം. അതിന് എക്സാമ്പിൾ നെക്സ്റ്റ് സെക്ഷൻസ് പഠിപ്പിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ ഒരു ഇയർ പറയും അല്ലെ, ഈ ഒരു വർഷം മുതൽ അവൻ ഇവിടെ ജോലി ചെയ്യുകയായിരുന്നു. ഹി ഹാസ് ബീൻ, ഒരു എക്സാമ്പിൾ ആണ്, ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 1989. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 1989. അവൻ ഇവിടെ 1989 മുതൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോ സിൻസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈം തൊട്ട് പറയും. സിൻസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈം തൊട്ട് പറയുന്നതാണ് എന്ത് സിൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? പീരീഡ് ഓഫ് ടൈം ആണ്. ഓക്കെ, ഫോർ എന്ന് പറഞ്ഞാല് പീരീഡ് ഓഫ് ടൈം. ഹി ഹാസ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 20 years. 20 years എന്ന് പറയുന്നത് എന്താണ്? ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. ഹി ഹാസ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 20 years. അതെന്താണ്? ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് പീരീഡ് ഓഫ് ടൈം. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. സിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റ് ഓഫ് ടൈം. മനസ്സിലല്ലേ? സിൻസ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈം വരുന്ന സെന്റൻസുകളെ റെപ്രസെന്റ് ചെയ്യാനാണ്. ഇനി ഫോർ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ആ ഒരു കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. ഓക്കെ, ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? പീരീഡ് ഓഫ് ടൈമിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ യൂസ് നമ്മൾ ആൾറെഡി പറഞ്ഞായിരുന്നു. മനസ്സിലായല്ലേ? അത് പറഞ്ഞു. എക്സാമ്പിൾ എന്ന് വായിക്കാം. ഫോർ ആൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ദ ടൈം ഓഫ് ഒക്കറൻസ് ഈസ് നോട്ട് സ്റ്റേറ്റഡ് ഓർ ഇംപ്ലൈഡ്. ഒരു ആക്ഷൻ ആൾറെഡി നടന്നു, പക്ഷെ ആ സംഭവം എന്ത് ചെയ്യില്ല, അറ്റ് പ്രസന്റ് അതിന്റെ ആ ഒരു പോയിന്റ് ഓഫ് ടൈം അതിൽ പറഞ്ഞിട്ടില്ല. ആൾറെഡി പാസ്റ്റില് നടന്ന കാര്യമാണ്, പക്ഷെ ആ ഒരു സംഭവത്തിന്റെ ടൈം അതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അതെന്താണ്? അതിനെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റില് റെപ്രസെന്റ് ചെയ്യും. ഐ ഹാവ് റിട്ടൺ എ ബുക്ക് അബൌട്ട് കമ്പ്യൂട്ടേഴ്സ്. ആ സെന്റൻസ് ശ്രദ്ധിക്കുക. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഐ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഹാവ് ആ പ്ലൂറലിനോട് ചേർന്ന് വരുന്നതാണ് ഹാവ്. റിട്ടൺ V3. ഓക്കെ, റിട്ടൺ V3. ഇതാണ് എന്ത്? നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റിന്റെ എക്സാമ്പിൾ. അതിൽ അവസാനത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേടെ. ഹി ഹാസ് ബീൻ ഇൻ ലണ്ടൻ സിൻസ് 2010. ഇവിടെ നോക്കിക്കേ, ഹി എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്. ഇനി ഹാസ് അതെന്താണ്? ആക്സിലറി വെർബാണ്. ഹി എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റിനോട് ചേർന്ന് വരുന്ന ആക്സിലറി വെർബാണ് ഹാസ്. ഇനി ബീൻ എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ട്. ബീൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമ്മുടെ ബിയുടെ V3 ഫോം ആണ് ബീൻ. മനസ്സിലായില്ലേ? ബി നമ്മൾ പറഞ്ഞു, ബി എന്ന് പറയുന്ന സാധനം ഓക്സിലറി വെർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞല്ലേ ബി. ആ ബിയുടെ V3 ഫോം ആണ് ഏത്? ബീൻ എന്ന് പറയുന്ന സംഭവം. ബി എന്ന് നമ്മൾ BEB, ആ ബിയുടെ V3 ആണ് ബീൻ. ഓക്കെ, ഹി ഹാസ് ബീൻ ഇൻ ലണ്ടൻ സിൻസ് 2010. ഇവിടെ ശ്രദ്ധിക്കുക, സിൻസ് എന്ന് പറയുന്ന വാക്ക് ഒരു പോയിന്റ് ഓഫ് ടൈമിനെ റെപ്രസെന്റ് ചെയ്യാൻ, സിൻസ് എന്ന് പറയുന്ന വാക്ക് ഒരു പോയിന്റ് ഓഫ് ടൈമിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെയും ആ സിൻസ് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ്, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞ പോലെ തന്നെ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ്. പിന്നെ ഇവിടെ എക്സ്ട്രാ വരുന്നതെന്ന് ചോദിച്ചാൽ വെർബിന്റെ കൂടെ ഒരു ING വരും, പിന്നെ ഒരു ബീനും വരും. മനസ്സിലായില്ലേ? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ്. ഈ ഒരു എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന സംഭവം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേ പറ്റൂ. ഒന്നുകൂടെ ഞാൻ പറയാം. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഇവിടെ വരുന്ന ആളാണ് ബീൻ. മനസ്സിലായില്ലേ? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. പിന്നെ നമ്മൾ പറഞ്ഞു സിൻസ് ഓർ ഫോർ, സിൻസ് ഓർ ഫോർ പ്ലസ് ടൈം. ഒന്നുകൂടെ, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് സിൻസ് ഓർ ഫോർ പ്ലസ് ടൈം. അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. അപ്പോ കുറച്ചുകൂടെ സംഭവം തലയിലിരിക്കും. ഐ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ സിൻസ് 1979. ഐ എന്ന് പറയുന്നത് സബ്ജക്ട്, ഐ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അതുകൊണ്ട് എപ്പോഴും അവിടെ ഹാവേ വരുവുള്ളൂ. ഇനി ആ ബീൻ അതുപോലെ എടുത്ത് എഴുതിയിട്ടുണ്ട്. മനസ്സിലല്ലേ? നമ്മളെ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ചേർക്കുമ്പോൾ എപ്പോഴും അവിടെ എന്തുണ്ടാവും? ബീൻ വേണം. ഇമ്പോർട്ടന്റ് ആണ്.
ഇനി നമ്മൾ പറഞ്ഞു അത് കണ്ടിന്യൂസിലാ വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ കണ്ടിന്യൂസി വരുന്നതുകൊണ്ട് V3 ഫോം അല്ല, സോറി V3 അല്ല, കണ്ടിന്യൂസി വരുന്നുണ്ട് വെർബ് പ്ലസ് ING ഫോം. മനസ്സിലായല്ലേ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അത് കണ്ടിന്യൂസിൽ വരുന്നത് കൊണ്ട് വെർബ് പ്ലസ് ING ഫോം വരണം. വെർബ് പ്ലസ് ING ഫോം. ഇനി ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് ഇവിടെ തന്നേക്കുന്നത്. മനസ്സിലായില്ലേ? 1979 എന്ന് പറയുമ്പോൾ അതൊരു പോയിന്റ് ഓഫ് ടൈം ആണ് തന്നേക്കുന്നത്. അതുകൊണ്ട് സിൻസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഐ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ സിൻസ് 1979. സിൻസ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 1979 മുതൽ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഓഫ് ടൈമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രസന്റ് കണ്ടിന്യൂസ് അല്ല, സോറി, ഈ പ്രസന്റ് ഫുള്ള് പറഞ്ഞെന്ന് ഓക്കെ ആണോ? ഇവിടെ ഒന്ന് പറഞ്ഞേ, പ്രസന്റ് ഫുൾ ഓക്കെ ആണോ? പറയടേ, പ്രസന്റ് ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്ത് പറ്റി? നീ ഇത് എന്ത് പറ്റി? ഓക്കെ ആണോ? ഓക്കെ ആണ്, ഓക്കെ 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 ആണ്, ഓക്കെ, പ്രസന്റ് ഓക്കെ ആണ്. അപ്പൊ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ യൂസസ് പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിക്കുക. നോക്കിക്കേ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എപ്പോഴും യൂസ് ചെയ്യുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി, ഓക്കെ, ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്, അല്ലെ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പോ ഐ ഹാവ് ബീൻ ടീച്ചിങ് യു ഫോർ 30 minutes. I have been teaching you for 30 minutes. ഞാൻ നിങ്ങളെ എന്താണ് 30 മിനിറ്റായി പഠിപ്പിക്കുകയാണ്, അല്ലെ? I have been teaching you for 30 minutes. ഞാൻ നിങ്ങളെ 30 മിനിറ്റായി പഠിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. I have been teaching you for 30 minutes. ഞാൻ നിങ്ങളെ 30 മിനിറ്റായി പഠിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ആ സെന്റൻസ് ശ്രദ്ധിക്കുക. എന്താണ്? ആൾറെഡി പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ ആണ്. ആൾറെഡി പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ ആണ്. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ആയി. 30 മിനിറ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ആയി. അപ്പോ ഐ ഹാവ് ബീൻ ടീച്ചിങ് യു ഫോർ 30 minutes. ഞാൻ നിങ്ങളെ 30 മിനിറ്റായി പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് ആണ്. ഹാവ് എന്ന് പറഞ്ഞാൽ ഐയോട് ചേർന്ന് വരുന്ന ആ ഒരു പ്ലൂറൽ ആയിട്ടുള്ള ഓക്സിലറി വെർബാണ്. ഐ ഹാവ് ബീൻ, ഞാൻ നിങ്ങൾ ആൾറെഡി പഠിപ്പിച്ചു തുടങ്ങി, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സെന്റൻസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് എപ്പോഴും എന്ത് ചെയ്യുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എന്ത് ചേർക്കുന്നത്? ബീൻ ചേർക്കുന്നത്. ഞാൻ പറഞ്ഞ സെന്റൻസിൽ 30 മിനിറ്റ് എന്ന് പറഞ്ഞാലും അതൊരു പീരീഡ് ഓഫ് ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ ഫോർ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ യൂസസ് ഒക്കെ നമ്മൾ പറഞ്ഞു, മനസ്സിലായല്ലേ? ഇതിനകത്ത് സിൻസ് ഫോർ നമ്മൾ പറഞ്ഞു, ബിഗൺ പാസ്റ്റ് അത് പറഞ്ഞു. ഇനി എക്സ്ട്രാ ഒരു പോയിന്റ് ഉണ്ട്. യൂസ്ഡ് ഫോർ ആൻ ആക്ഷൻ ദാറ്റ് ബിഗാൻ ആൻഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഇൻ ദ പാസ്റ്റ്. മനസ്സിലായില്ലേ? ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി, എന്നിട്ട് അത് ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി എന്നിട്ട് ജസ്റ്റ് പാസ്റ്റിൽ തന്നെ അവസാനിച്ചു. മനസ്സിലായില്ലേ? ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി, ആൾറെഡി കുറെ നേരം മുമ്പ് തുടങ്ങി, എന്നിട്ട് ജസ്റ്റ് 2 മിനിറ്റ് മുമ്പ് അവസാനിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്തിനെടുക്കാം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എടുക്കാം. മനസ്സിലായോ? ഒരു ആക്ഷന് ജസ്റ്റ് പാസ്റ്റിൽ തുടങ്ങി, ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി എന്നിട്ട് ഒരു ജസ്റ്റ് 2 മിനിറ്റ് മുമ്പ് അവസാനിച്ചു. അങ്ങനെ വരുന്ന സെന്റൻസുകളെ നമുക്ക് എന്ത് ചെയ്യാം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എടുക്കാം. മൈ ഹാൻഡ്സ് ആർ ഡർട്ടി ബിക്കോസ് ഐ ഹാവ് ബീൻ ക്ലീനിങ് ദ റൂം. അപ്പൊ ഈ ക്ലീനിങ് ദ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒരു 2 മിനിറ്റ് മുമ്പും നടന്നുകൊണ്ടിരുന്ന ഒരു പ്രോസസ് ആണ്, അല്ലെ? ക്ലീനിങ് ദ റൂം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് മുമ്പ് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രോസസ് ആണ്. സോ മൈ ഹാൻഡ്സ് ആർ ഡർട്ടി ബിക്കോസ് ഐ ഹാവ് ബീൻ ക്ലീനിങ് ദ റൂം. ഞാൻ എന്താണ്? എന്റെ കൈ എന്താണ്? അഴുക്കാണ്. കാര്യം എന്താ? ഞാൻ ഒരു 2 മിനിറ്റ് മുമ്പ് എന്താണ്? ഈ മുറി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തത് യൂസ്ഡ് വിത്ത് ഹൗ ലോങ് ടു ഫോം ക്വസ്റ്റ്യൻസ്. ഹൗ ലോങ് ഹാവ് യു ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഇത് ശ്രദ്ധിക്കുക, ഇത് എക്സെപ്ഷണൽ കേസ് ആണ്. മനസ്സിലായില്ലേ? ഹൗ ലോങ് ഹാവ് യു ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഇവിടെ ശ്രദ്ധിക്കുക, ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. മനസ്സിലായില്ലേ? ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഈ എത്ര കാലമായി നീ ഈ പ്രോസസ് ചെയ്യുന്നു, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ് ഹൗ ലോങ്. എത്ര കാലമായി? ഓക്കെ, എത്ര കാലമായി?
ഹൗ ലോങ് ഹാവ് യു ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്? എത്ര കാലമായി നീ ഈ ഒരു പ്രോസസ് ചെയ്യുന്നു? ആ ഹൗ ലോങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ്, ഇതിൻ്റെ അകത്തുള്ള ഒരു ഇമ്പോർട്ടന്റ് കീവേഡ് ആണ് ഹൗ ലോങ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വരുമ്പോഴും നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. ഹൗ ലോങ് എന്ന് പറയുന്ന കീവേഡ് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് ഈ എന്താണ് വ്യത്യാസം ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പറയാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ പറയാൻ ഉപയോഗിക്കുന്നു. എന്നാൽ മുൻപ് തുടങ്ങിയ ഒരു ആക്ഷൻ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അറ്റ് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനെ റെപ്രസെന്റ് ചെയ്യാണ് എന്താണ് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. എന്നാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആൾറെഡി തുടങ്ങിയ ഒരു ആക്ഷൻ, ആൾറെഡി പാസ്റ്റില് എപ്പോഴോ തുടങ്ങിയ ഒരു ആക്ഷൻ ഇപ്പോഴും നടക്കുകയാണ്, അപ്പോഴാണ് എന്ത് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഇത്രയും ഓക്കെ ആണോടെ? ഇത്രയും ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞു. ഇത്രയും ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് പഠിക്കാൻ പോണത് സിമ്പിൾ പാസ്റ്റ് ആണ്. മനസ്സിലായില്ലേ? സിമ്പിൾ പാസ്റ്റ് ആണ്. ഇതും ടെൻസിന്റെ പോർഷനിൽ അത്യാവശ്യം, ടെൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ടഫായിട്ടുള്ള ഒരു പോർഷൻ ആണ്, പക്ഷെ ശ്രദ്ധിച്ചിരുന്നാലേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? സോ സിമ്പിൾ പാസ്റ്റ് ഇവിടെ വേറെ ഒന്നുമില്ല. നമ്മൾ പ്രസന്റ് ടെൻസ് പഠിച്ചപ്പോഴത്തേനും അതിനകത്ത് നമ്മൾ പറഞ്ഞു സബ്ജക്ട് ആദ്യം വരും, വെർബിന്റെ V1 രണ്ടാമത് വരും, പിന്നെ ഒബ്ജക്റ്റ് വരും. ഇവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചാൽ മതി, V2 വരും. അത്രേ ഉള്ളൂ, ജസ്റ്റ് മാറ്റി പിടിക്കുക V2. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിനകത്ത് സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് എന്ത്? ഈ സിമ്പിൾ പാസ്റ്റ്. സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റ്. ഐ മെറ്റ് ഹർ ലാസ്റ്റ് മന്ത്. ഞാൻ അവളെ കഴിഞ്ഞ മാസം കണ്ടുമുട്ടി. കഴിഞ്ഞ മാസം കണ്ടുമുട്ടി. ഐ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. മെറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റിന്റെ എന്താണ്? V2 ആണ്. മെറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റിന്റെ V2 അല്ലെങ്കിൽ സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ് ആണ്. ഇനി ഹർ ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ അതൊരു പോയിന്റ് ഓഫ് ടൈം ആണ്. മനസ്സിലായില്ലേ? ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടൈം ആണ്. അപ്പോ ഹർ ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. മനസ്സിലായില്ലേ? ഹർ ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, ഈ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന സാധനം എവിടെയൊക്കെ യൂസ് ചെയ്യും? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ദ ടൈം ഓഫ് ദ ആക്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ എ വേർഡ് ഓർ ക്ലോസ്. അപ്പോ ആ ഒരു ആക്ഷൻ പാസ്റ്റിൽ തന്നെ നടന്നു കഴിഞ്ഞു, പക്ഷെ അതിനെ ഒരു വാക്കോ ക്ലോസോ കൊണ്ട് ആ സമയം കൂടെ നമ്മൾ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ പാസ്റ്റിൽ തന്നെ നടന്നു കഴിഞ്ഞ ഒരു കാര്യം, ആ കാര്യത്തെ സൂചിപ്പിക്കുമ്പോൾ ആ നടന്ന സമയവും കൂടെ നമ്മൾ അതിനകത്ത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ആ പാസ്റ്റിൽ നടന്ന ആ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ അതിന്റെ ആ ഒരു പോയിന്റ് ഓഫ് ടൈം നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അവിടെ ശ്രദ്ധിക്കുക, സെന്റൻസ് ശ്രദ്ധിക്കുക. ഇന്ത്യ ബിക്കേം ഇൻഡിപെൻഡന്റ് ഇൻ 1947. ഇന്ത്യ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ബിക്കേം എന്ന് പറയുമ്പോൾ എന്താണ്? V2. ബിക്കേം എന്ന് പറയുമ്പോൾ ബിക്കമിന്റെ V2 ആണ്. ഇൻഡിപെൻഡന്റ് സ്വതന്ത്രയായി എപ്പോ? 1947. 1947 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റ് ഓഫ് ടൈം. പാസ്റ്റിൽ ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. ആ പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ ആക്ഷൻ, അതാണ് എന്ത്? സിമ്പിൾ പാസ്റ്റ് കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്, റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഹാബിറ്റൽ ആക്ഷൻ. ആൾറെഡി സിമ്പിൾ പ്രസന്റ് പഠിച്ചപ്പോൾ പറഞ്ഞു ഹാബിറ്റൽ ആക്ഷൻസിനെ പറയാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ പാസ്റ്റ് ഹാബിറ്റൽ ആക്ഷൻ. ഷീ ആൾവേസ് കെയിം ലേറ്റ് ടു ദ ക്ലാസ് ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം മുഴുവൻ അവൾ എന്താണ്? ക്ലാസ്സിൽ ലേറ്റ് ആയിട്ടാണ് വന്നത്. കഴിഞ്ഞ മാസം മുഴുവൻ അവള് ക്ലാസ്സിൽ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്ന അവസരത്തിൽ അവിടെ അവസാനം ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? പാസ്റ്റിലെ ഒരു പർട്ടിക്കുലർ സമയം അവിടെ ലാസ്റ്റ് മന്ത് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഷീ ആൾവേസ് കെയിം ലേറ്റ് ടു ദ ക്ലാസ് ലാസ്റ്റ് മന്ത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഓരോ ടെൻസിനും ഓരോ കീവേഡ് ഉണ്ടാവും. ആ കീവേഡുകൾ കൃത്യമായിട്ട് പഠിക്കുക. അതിൽ ആ ക്ലൂ വേർഡുകൾ ഉണ്ടാവും. ഓക്കെ. He usually went to bed late last year.
അവൻ കഴിഞ്ഞ വർഷം മുഴുവൻ ലേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്ത് കിടക്കാൻ പോയത് അല്ലെ? കഴിഞ്ഞ വർഷം മുഴുവൻ ലേറ്റ് ആയിട്ടാണ് കിടക്കാൻ പോയത്. ആ ഒരു സെന്റൻസും അവിടെ ലാസ്റ്റ് ഇയർ എന്താണ്? ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന ആ ഒരു ടൈം വേർഡ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ടൈം വേർഡ്, കീവേഡ് വരുന്ന സംഭവങ്ങൾ പഠിക്കുക. ഇനി ഇതാ ഈ ഒരു സംഭവം മനസ്സിലായില്ലേ? ഈ ഒരു സംഭവം ഇമ്പോർട്ടന്റ് ആണ്. To express two actions which happened simultaneously in the past. When the teacher entered the class, the student stood up. ടീച്ചർ ക്ലാസ്സിൽ അപ്പോ പെട്ടെന്ന് രണ്ടും ഈ സൈമിൾട്ടേനിയസ് എന്ന് പറയുമ്പോൾ രണ്ടും ഒന്നിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. സൈമിൾട്ടേനിയസ് എന്ന് പറയുമ്പോൾ രണ്ടും എന്താണ്? ഒന്നിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. When the teacher entered the class, the student stood up. ഇവിടെ രണ്ടും പാസ്റ്റ് ആണ്. ശ്രദ്ധിച്ചേ, entered എന്ന് പറഞ്ഞാലും പാസ്റ്റ് ആണ്, stood up എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് ആണ്. V2. ഓക്കെ, സോ entered എന്ന് പറഞ്ഞാൽ എന്താണ്? V2 ആണ്. stood up എന്ന് പറഞ്ഞാൽ എന്താണ്? V2 ആണ്. When the teacher entered the class, the students stood up. സ്റ്റുഡൻസ്, അത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്താണ്? പ്ലൂറൽ ആണ്. സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട് എന്താണ്? പ്ലൂറൽ ആണ്. അതിനോട് ചേർന്ന് വരുന്നത് സ്റ്റുഡ് അപ്പ്. ശ്രദ്ധിക്കുക, അല്ലാതെ സ്റ്റാൻഡ് എന്നോ സ്റ്റാൻസ് എന്നോ സ്റ്റാൻസ് എന്നോ അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല. ഇതാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലല്ലേ? ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഇറ്റ്സ് ടൈം, ഇറ്റ്സ് ഹൈ ടൈം. ഈ സംഭവങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ യു ഹാഡ് ബെറ്റർ പ്ലസ് V1 പഠിച്ചു അല്ലെ? ലാസ്റ്റ് ക്ലാസ് പഠിച്ചപ്പോ യു ഹാഡ് ബെറ്റർ പ്ലസ് V1, യു ഹാഡ് ബെറ്റർ പ്ലസ് V1 എന്ന് പറയുന്ന സംഭവം പഠിച്ചു. അവിടെ യു ഹാഡ് എന്ന് പറയുന്ന ആ യു എന്ന് പറ യു ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് എവിടെയെങ്കിലും സ്റ്റാർട്ട് ആയാൽ അതിനോട് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കും? V1 ആയിരിക്കും. യു ഹാഡ് ബെറ്റർ പ്ലസ് V1 അത് നമ്മൾ പഠിച്ചു. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം. മനസ്സിലല്ലേ? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് ഇതെന്തായാലും എന്താ? V2 വരെയുള്ളൂ. ഇറ്റ് ഈസ് ടൈം, യു റീച്ച്ഡ് ദെയർ. ഇറ്റ് ഈസ് ടൈം, യു റീച്ച്ഡ് ദെയർ. ഇവിടെ ഇറ്റ് ഈസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞ്, ഇറ്റ് ഈസ് ടൈം എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞ് സബ്ജക്ട്, ഇറ്റ് ഈസ് ടൈം എന്ന് പറയുന്ന ആ സംഭവം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. അങ്ങനെ സബ്ജക്റ്റ് വരികയാണെങ്കിൽ പിന്നെ വരുന്നത് V2 ആയിരിക്കും. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ടൈം എന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ആ സബ്ജക്റ്റ് കഴിഞ്ഞാൽ, അങ്ങനെ ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരികയാണെങ്കിൽ അടുത്ത് V2 വരുവുള്ളൂ. ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരികയാണെങ്കിൽ V2 വരുവുള്ളൂ. അതുപോലെ ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം. ആ ഇറ്റ് ഈസ് ഹൈ ടൈം കഴിഞ്ഞിട്ടും സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. മനസ്സിലല്ലേ? ഇറ്റ് ഈസ് ഹൈ ടൈം കഴിഞ്ഞിട്ട് എന്താ? സബ്ജക്റ്റ് വന്നിരിക്കുന്നു. അതുകൊണ്ട് സബ്ജക്റ്റിന് ശേഷം V2. അപ്പൊ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ഹൈ ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, ഇറ്റ് ഈസ് ഹൈ ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വന്നിരിക്കുകയാണെങ്കിൽ എപ്പോഴും V2 വരുവുള്ളൂ. അടുത്ത ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു റീച്ച് ദെയർ. ശ്രദ്ധിച്ചേ, ഇവിടെ ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് ഫോർ വരികയാണെങ്കിൽ, ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരാതെ ഫോർ വരികയാണെങ്കിൽ, ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരാതെ ഫോർ വരികയാണെങ്കിൽ അവിടെ എപ്പോഴും സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ടു വരും, ടു ഇൻഫിനിറ്റീവ് വരും. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരാതെ ഫോർ എന്ന് പറയുന്ന ആ ഒരു പ്രൊപ്പോസിഷൻ, ഫോർ എന്ന് പറയുന്ന ആ ഒരു പ്രൊപ്പോസിഷൻ വരുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരുമ്പോ അതെന്തായിരിക്കും? 2 + V1, 2 + V1 ആയിരിക്കും. ഓക്കെ, ആർക്കെങ്കിലും കേൾക്കാൻ പറ്റാതെ വല്ലതും ഉണ്ടോ? ഇവിടെ ഈ പറഞ്ഞേ, കേൾക്കാൻ പറ്റാതെ വല്ലതും ഉണ്ടോ? കേൾക്കാൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? പറയാമോ അവിടെ? പിള്ളേരെ, കേൾക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കേൾക്കാം. നെറ്റ് ശരിക്കും സ്ലോ ആണ്, ഇടയ്ക്കിടയ്ക്ക് നെറ്റ് സ്ലോ കാണിക്കുന്നതാണ്, അതുകൊണ്ടാണ് ചോദിച്ചേട്ടോ. അപ്പൊ ഇപ്പൊ ഈ ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം പറഞ്ഞ ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഇറ്റ് ഈസ് ടൈം പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ ആർക്കെങ്കിലും? ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണോ ചോദിക്കുന്നത്? റിപ്പീറ്റ് ചെയ്യണോ? പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യണോ? പറയടേ. ആരും ഒന്നും പറഞ്ഞില്ല. വേണ്ട, ഉറപ്പാണോ? വേണ്ടേ? പറയടേ, വേണോ വേണ്ടേ? ഓക്കെ,
എന്തായാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കാര്യം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇറ്റ് ഈസ് ഹൈ അവസാനം വന്ന ഇറ്റ് ഈസ് ടൈം ഒന്നുകൂടെ പറയാം, എന്നിട്ട് മറ്റേ ആദ്യം ഇത് പറയാം, എന്നിട്ട് മറ്റേ രണ്ടാമത് പറയാം. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് ടൈം എന്ന് പറയുന്ന ആ ഒരു ക്ലോസ്, ഇറ്റ് ഈസ് ടൈം എന്ന് പറയുന്ന ഒരു ക്ലോസിന് ശേഷം ഫോർ വന്നാൽ, ഓക്കെ, ഇറ്റ് ഈസ് ടൈം എന്ന് പറയുന്ന ഒരു ക്ലോസിന് ശേഷം ഫോർ വരികയാണെങ്കിൽ, നമ്മുടെ ഇറ്റ് ഈസ് ടൈമിന് ശേഷം, ഇറ്റ് ഈസ് ടൈം എന്ന് പറയുന്ന ആ ഒരു ക്ലോസിന് ശേഷം ഫോർ വരികയാണെങ്കിൽ എന്താണ് വെർബ്, ആ വെർബ് എപ്പോഴും എന്തായിരിക്കും? ടു ചേർത്ത് വരുന്ന ഒരു വെർബായിരിക്കും. ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഫോർ വരികയാണെങ്കിൽ ആ സെന്റൻസിൽ വരുന്ന വെർബ് എന്ന് പറയുന്നത് എപ്പോഴും ടു ചേർത്ത് വരുന്ന ഒരു വെർബായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു റീച്ച് ദയർ. ഇറ്റ് ഈസ് ടൈമിന് ശേഷം എന്ത് വന്നു? ഫോർ വന്നു, അതിനുശേഷമാണ് സബ്ജക്റ്റ് വന്നത്. അതുകൊണ്ട് ഫോർ വന്നതുകൊണ്ട് ടു റീച്ച് ദയർ വരും. ഇറ്റ് ഈസ് ടൈം ഫോർ വന്നാൽ ടു വരും. ഇറ്റ് ഈസ് ടൈം ഫോർ വന്നാൽ ടു വരും. ഇത്രയും പഠിക്കുക. ഇറ്റ് ഈസ് ടൈം ഫോർ വന്നാൽ ടു വരും, V1 വരും. ഇറ്റ് ഈസ് ടൈം ഫോർ വന്നാൽ ടു വരും, പിന്നെ V1 മാത്രമേ വരുവുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് ടൈം ഫോർ വന്നാൽ ടു വരും, V1 മാത്രമേ വരുവുള്ളൂ. ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു റീച്ച് ദയർ. ആ സെന്റൻസ് എക്സാമ്പിൾ പറഞ്ഞു. അടുത്ത ഇറ്റ് ഈസ് ടൈം ടു ഗോ ടു ബെഡ്. മനസ്സിലായി? ഇറ്റ് ഈസ് ടൈം ടു ഗോ ടു ബെഡ്. അവിടെയും എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ടൈം ടു വന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ടൈം ടു ഗോ ടു ബെഡ്. അവിടെയും എന്താണ്? അതായത് ആ ഒരു ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരുന്നില്ല എങ്കിൽ, ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരുന്നില്ല എങ്കിൽ അവിടെ എപ്പോഴും എന്ത് തന്നെയാണ്? V1 വരും, പിന്നെ ഒരു ടൂയും വരും. ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരുന്നില്ല എങ്കിൽ, എപ്പോഴും ഒരു ടൂവും വരും, വെർബിന്റെ ഫസ്റ്റ് ഫോമും വരും, വെർബിന്റെ ബേസ് ഫോമും വരും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരുന്ന സംഭവം നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ടൈം യു റീച്ച്ഡ് ദയർ. ഇറ്റ് ഈസ് ഹൈ ടൈം വി ലെഫ്റ്റ് ദ പ്ലേസ്. അപ്പോ ഇറ്റ് ഈസ് ടൈമും ഇറ്റ് ഈസ് ഹൈ ടൈമും, ഈ ടൈം അതിനകത്ത് നോക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് രണ്ടിടത്തും ഇറ്റ് ഈസ് കിടപ്പുണ്ട്, ടൈം കിടപ്പുണ്ട്, ഹൈ ടൈമും കിടപ്പുണ്ട്. ഇത്രയാണ് ആ ക്ലോസുകൾ പഠിച്ചു വെക്കേണ്ട. അത് കഴിഞ്ഞാൽ സബ്ജക്റ്റ് വരുന്നു. ഇറ്റ് ഈസ് ടൈമും ഇറ്റ് ഈസ് ഹൈ ടൈമും കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരുന്നു. അങ്ങനെ സബ്ജക്റ്റ് വരികയാണെങ്കിൽ ആ സബ്ജക്റ്റിന് ശേഷം എപ്പോഴും V2 മാത്രമേ വരൂ. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് ടൈം, അത് കഴിഞ്ഞ സബ്ജക്റ്റ് വരികയാണെങ്കിൽ ആ സബ്ജക്റ്റിന് ശേഷം എപ്പോഴും V2 മാത്രമേ വരൂ. V2-ന് വേറെ വാലും തുമ്പുമായിട്ട് വേറെ ആരും കൂടെ കയറി വരൂല. ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് PSC-യുടെ ഇഷ്ട ചോദ്യമാണ് കേട്ടോ. ഇത് PSC-യുടെ ഇഷ്ട ചോദ്യമാണ് കേട്ടോ. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല, ആൾറെഡി ഞാൻ പറഞ്ഞു. മനസ്സിലായല്ലേ? അടുത്ത പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് എന്താ? പാസ്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോ സബ്ജക്റ്റ് വരും, പിന്നെ ഓക്സിലറി വെർബായിട്ട് വാസ് ഓർ വേർ വരും. വാസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലറിന്റെ കൂടെ വരുവുള്ളൂ. വേറെന്ന് വാസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെ വരുവുള്ളൂ. വേറെന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെ ആയിരിക്കും വരുന്നത്. ഇനി വെർബ് പ്ലസ് ING ഫോം അല്ലെ? വെർബ് പ്ലസ് ING ഫോം ഏതാണ്? നമ്മുടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ആ ഒരു സെന്റൻസ് ഫോർമേഷൻ, സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഷീ വാസ് റീഡിംഗ് ദ വിജയരേഖ. അവൾ എന്ത് ചെയ്യായിരുന്നു? വിജയരേഖ വായിക്കുകയായിരുന്നു. ഷീ വാസ് റീഡിംഗ് ദ വിജയരേഖ. അവൾ വിജയരേഖ വായിക്കുകയായിരുന്നു. അവിടെ നോക്കിക്കേ, ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, വാസ് എന്ന് പറയുന്നത് ഒരു സിംഗുലാർ ആയിട്ടുള്ള ഓക്സിലറി വെർബാണ്, റീഡിംഗ് എന്ന് പറയുമ്പോൾ വെർബിന്റെ ING ഫോം ആണ്. ഓക്കെ, ആ സെന്റൻസ് അവിടെ സെറ്റ് ആണ്. അടുത്തത് ഇത് നോക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് നോക്കുക, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിച്ചേടെ. നമ്മൾ നേരത്തെ പറഞ്ഞത് I എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? I എപ്പോഴും പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ, പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന സെക്ഷൻ പറയുമ്പോൾ I-നെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? പാസ്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ I-നെ നമ്മൾ അവിടെ സിംഗുലർ ആയിട്ട് എടുത്തിരിക്കുന്നുണ്ട്. അതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. അതുകൊണ്ടാണ് സബ്ജക്റ്റ് I
ഐ വാസ്. മനസ്സിലായില്ലേ? അപ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് പറയുന്ന ആ ഒരു സെക്ഷനിൽ മാത്രം ഐയെ നമ്മൾ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിന്റെ റൂൾ ഒക്കെ പഠിച്ച് ഒരുവിധം മനുഷ്യന് ബുദ്ധിമുട്ടാവും. പക്ഷെ ശ്രദ്ധിക്കുക, പഠിച്ചേ പറ്റൂ. സോ എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് വരുന്ന അവസരത്തിൽ ഐ എന്ന് പറയുന്നതിനെ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഐക്ക് വരുന്ന ഓക്സിലറി വെർബ് ഏതെന്ന് ചോദിച്ചാൽ അത് വാസ് ആണ്. ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ കോമൺ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ദൈ എന്ന് പറഞ്ഞാലും യു എന്ന് പറഞ്ഞാലും വി എന്ന് പറഞ്ഞാലും പ്ലൂറൽ ആണ്. ആ പ്ലൂറലിന് എപ്പോഴും എന്താണ് വെയർ എന്ന് പറയുന്ന പ്ലൂറൽ ആയിട്ടുള്ള ഓക്സിലറി വെർബേ വരുള്ളൂ. അതൊക്കെയാണ്. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഉപയോഗങ്ങൾ എവിടേക്കാണെന്ന് പറയാം. ഓക്കെ. ഫോർ ആൻ ആക്ഷൻ ദാറ്റ് വാസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ പാസ്റ്റ് വെൻ എ ഷോർട്ടർ ആക്ഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദ സിമ്പിൾ പാസ്റ്റ് ഹാപ്പൻ. ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു പ്രവൃത്തി നടന്നു എന്ന് സൂചിപ്പിക്കാൻ എന്താ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നുണ്ട്. ആൾറെഡി ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു പ്രവൃത്തി നടന്നു എന്ന് സൂചിപ്പിക്കാൻ. വൈൽ ഹി വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ ഹിസ് ഫ്രണ്ട് കെയിം. ഈ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട. മനസ്സിലായില്ലേ? എക്സാമ്പിൾസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട. വൈൽ ഹി വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ, അവൻ ആപ്പിൾ തിന്നുകൊണ്ടിരുന്നപ്പോൾ, അവൻ ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ, വൈൽ ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഫ്രണ്ട് കയറി വന്നു. വൈൽ ഹി വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ ഹിസ് ഫ്രണ്ട് കെയിം. അവിടെ ഈ ഫ്രണ്ട് കെയിം എന്ന് പറയുന്ന ഒരു ആക്ഷൻ പാസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വൈൽ ഹി വാസ് ആൻ ഈറ്റിംഗ് ആൻ ആപ്പിൾ, അതെന്താ? ആ ഈറ്റിംഗ് എന്ന് പറയുന്ന സാധനം, ഹി വാസ് ഈറ്റിംഗ്, അതും പാസ്റ്റ് തന്നെയാണ്. പക്ഷെ ഈറ്റിംഗ് എന്ന് മാത്രം എടുത്ത് കൺസിഡർ ചെയ്യുമ്പോൾ അത് പ്രസന്റ് ആണ്. അവൻ ആ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന നേരത്ത് ഒരു ഫ്രണ്ട് വന്നു. അപ്പോ ഫ്രണ്ട് വന്നു എന്നതിനാണ് എന്ത് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് വന്നു, അത് പാസ്റ്റ് ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് എന്ത് ആ സെന്റൻസ് ഫോം ചെയ്തിരിക്കുന്നത്. വൈൽ ഹി വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ ഹിസ് ഫ്രണ്ട് കെയിം. അടുത്ത എക്സാമ്പിൾ, വെൻ ഐ വാസ് വാച്ചിങ് ടി വി മൈ ബ്രദർ ഡിസ്റ്റർബ് മീ. ഞാൻ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്റെ സഹോദരൻ എന്ത് ചെയ്തു? എന്നെ ഡിസ്റ്റർബ് ചെയ്തു. എക്സാമ്പിൾസ് എങ്കിലും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത, ടു ഡിസ്ക്രൈബ് ടു ആക്ഷൻസ് ദാറ്റ് വെയർ ഗോയിങ് ഓൺ ദ സെയിം ടൈം ഇൻ ദ പാസ്റ്റ്. എന്താ നമ്മൾ പറയുന്നത്? രണ്ട് പ്രവർത്തികൾ, ഓക്കെ, രണ്ട് പ്രവർത്തികൾ ഒരേ സമയത്ത് പാസ്റ്റിൽ നടക്കുകയാണ്. രണ്ട് പ്രവർത്തികളും കണ്ടിന്യൂസ് ആയിരുന്നു. അങ്ങനെയും എന്ത് ചെയ്യും നമ്മൾ? പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. രണ്ട് പ്രവർത്തികളും പാസ്റ്റിൽ നടക്കുകയാണ്. സൈമുൾട്ടേനിയസ്ലി രണ്ട് പ്രവർത്തികള് പാസ്റ്റില് ഒരേ സമയത്ത് നടക്കുകയാണ്. അപ്പൊ ആ രണ്ട് പ്രവർത്തികളെയും നമ്മൾ ഡിനോട്ട് ചെയ്യാനും എന്ത് ചെയ്യും? ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. വെൻ ഐ വാസ് സ്ലീപ്പിംഗ് ഹി വാസ് റീഡിങ് എ ന്യൂസ് പേപ്പർ. സെന്റൻസ് എക്സാമ്പിൾസ് കൂടുതൽ സ്ട്രെസ് ചെയ്യുക. വെൻ ഐ വാസ് സ്ലീപ്പിംഗ് ഹി വാസ് റീഡിങ് എ ന്യൂസ് പേപ്പർ. ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവൻ പേപ്പർ വായിക്കുകയായിരുന്നു. അടുത്തത്, ഫോർ ആൻ ആക്ഷൻ ദാറ്റ് വാസ് ഹാപ്പനിങ് ആൻഡ് നോട്ട് യെറ്റ് ഫിനിഷ്ഡ്. ഒരു ആക്ഷൻ എന്താ? ദാറ്റ് വാസ് ഹാപ്പനിങ് ആൻഡ് നോട്ട് യെറ്റ് ഫിനിഷ്ഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഓർ ത്രൂ ഔട്ട് എ പീരീഡ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. ആ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, അത് പറഞ്ഞുതരാം. ഡയാന വാസ് വാച്ചിങ് എ ഫിലിം അറ്റ് 10 o'clock ലാസ്റ്റ് നൈറ്റ്. ഡയാന എന്ത് ചെയ്യായിരുന്നു? ലാസ്റ്റ് നൈറ്റില് ഒരു സിനിമ കാണുകയായിരുന്നു. ആ ഒരു പീരീഡ് ഓഫ് ടൈം, നമ്മൾ ആ ഒരു പീരീഡ് ഓഫ് ടൈം പറയുന്ന അവസരത്തില് ഫോർ ആൻ ആക്ഷൻ ദാറ്റ് വാസ് ഹാപ്പനിങ്, പാസ്റ്റില് നടന്നുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു ആക്ഷൻ, എന്നാൽ ഇപ്പോൾ തീർന്നിട്ടില്ല. പാസ്റ്റില് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ പറയുമ്പോൾ ആ ആക്ഷൻ തീർന്നിട്ടുമില്ല. അങ്ങനെയുള്ള ആ രീതിയിൽ സെന്റൻസ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ഡയാന വാസ് വാച്ചിങ് എ ഫിലിം അറ്റ് 10 o'clock ലാസ്റ്റ് നൈറ്റ്. ഡയാന ആ ലാസ്റ്റ് നൈറ്റിൽ, ലാസ്റ്റ് 10 മണിക്ക് അല്ലെ, ഡയാന ആ ഒരു നൈറ്റ് 10 മണിക്ക് എന്ത് ചെയ്യായിരുന്നു? ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഡയാന വാസ് വാച്ചിങ് എ ഫിലിം അറ്റ് 10 o'clock ലാസ്റ്റ് നൈറ്റ്. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇവിടെ വേറെ സംഭവം ഒന്നും എക്സ്ട്രാ പഠിക്കാനില്ല. നേരത്തെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞപ്പോൾ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പറഞ്ഞു. പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞപ്പോൾ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പറഞ്ഞു. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3, വേറെ ഒന്നുമില്ല. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3.
ഓക്കെ. അപ്പോ പാസ്റ്റില് നടന്ന് കണ്ടിന്യൂ ആയ, പാസ്റ്റിൽ നടന്നു തീർന്ന ഒരു ആക്ഷൻ, പാസ്റ്റില് നടന്നു തീർന്ന ഒരു ആക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ, ഓക്കെ, പാസ്റ്റില് നടന്നു തീർന്ന ഒരു ആക്ഷനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഈ പ്രസന്റ് പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റില് നടന്നു തീർന്ന ഒരു ആക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഷീ ഹാഡ് കുക്ക്ഡ് സം ഫുഡ്. ഓക്കെ, ഷീ ഹാഡ് കുക്ക്ഡ് സം ഫുഡ്. ശ്രദ്ധിക്കുക, അവിടെ എന്താ ഷീ സബ്ജക്ട്, ഹാഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബാണ്. കുക്ക്ഡ് സം ഫുഡ്, ആഹാരം കുക്ക് ചെയ്ത് കഴിഞ്ഞു. അടുത്ത എക്സാമ്പിൾ, ഐ ഹാഡ് റിട്ടൺ ദ ലെറ്റർ ബിഫോർ ഹി അറൈവ്ഡ്. ഐ ഹാഡ് റിട്ടൺ ദ ലെറ്റർ ബിഫോർ ഹി അറൈവ്ഡ്. അവൻ വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തു, ആ ലെറ്റർ എഴുതി തീർന്നു. അവൻ വരുന്നതിന് മുമ്പ് ഞാൻ ആ ലെറ്റർ എഴുതി തീർന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേടെ, ഈ ഒരു സെന്റൻസ് ഒന്ന് നോക്കിയേ, കണ്ടോ? മൈ ബ്രദർ ഹാഡ് സ്ലെപ്റ്റ് വെൻ ഐ റീച്ച്ഡ് ഹോം. മൈ ബ്രദർ ഹാഡ് സ്ലെപ്റ്റ് വെൻ ഐ റീച്ച്ഡ് ഹോം. ഈ സെന്റൻസ് തന്നെ അവിടെ PSC വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഇത് PSCയുടെ ഇഷ്ട ചോദ്യമാണ്. വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഇത് എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സെന്റൻസിൽ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് പെർഫെക്റ്റില് നടക്കുന്ന സംഭവത്തില് രണ്ട് ആക്ഷൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന അവസരത്തിൽ ആദ്യം നടന്ന ആക്ഷൻ നമ്മൾ ഹാഡ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റിൽ രണ്ട് ആക്ഷൻസ് നടന്നിട്ടുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റില് രണ്ട് ആക്ഷൻസ് നടന്നിട്ടുള്ള അവസരത്തില് ആദ്യം നടന്ന ആക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ അവിടെ എന്ത് ചെയ്യും, ഹാഡ് ചേർക്കും. ആദ്യം നടന്ന ആക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ എന്ത് ചെയ്യും, ഹാഡ് ചേർക്കും. ഇതാണ് ഇമ്പോർട്ടന്റ് റൂള്, പഠിച്ചേ പറ്റൂ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസ് എന്തായിരുന്നു, വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ആൾറെഡി ലെഫ്റ്റ്. ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ആ ട്രെയിൻ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് 9:10 ചിന്തിക്കുക. മനസ്സിലായില്ലേ? ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് 9:10. ട്രെയിൻ 9:05 പോയി. മനസ്സിലായില്ലേ? ട്രെയിൻ 9:05 പോയി. അപ്പോൾ ട്രെയിൻ 9:05 പോയി എന്ന് പറഞ്ഞാൽ ആൾറെഡി നടന്നു കഴിഞ്ഞ ഒരു ആക്ഷനാണ്. അതിനെ, അതായത് ആദ്യം നടന്ന ആക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ എപ്പോഴും എന്ത് ചെയ്യും, ഹാഡ് ചേർക്കണം കേട്ടോ. അപ്പോ വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ആൾറെഡി ലെഫ്റ്റ്. ഹാഡ് ചേർത്തിരിക്കുന്ന ആ ഒരു ആക്ഷൻ നോക്കുക, അതാണ് ആദ്യം കഴിഞ്ഞ ആക്ഷൻ. ഓക്കെ, ഹാഡ് ചേർത്തിരിക്കുന്ന ആക്ഷൻ ഞാൻ ചോദിച്ചാൽ അത് ആദ്യം കഴിഞ്ഞ ആക്ഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഇനി ഈ എക്സാമ്പിൾ നോക്കിക്കേടെ, മൈ ബ്രദർ ഹാഡ് സ്ലെപ്റ്റ് വെൻ ഐ റീച്ച്ഡ് ഹോം. അപ്പൊ അവൻ വീട്ടിലെത്തിയത് 10 മണിക്കാണ്. മനസ്സിലായില്ലേ? അവൻ വീട്ടിലെത്തിയത് 10 മണിക്കാ. പക്ഷെ അവന്റെ അനിയൻ 9:30 ഉറങ്ങി. മനസ്സിലായില്ലേ? അവന്റെ അനിയൻ 9:30 ഉറങ്ങി. അപ്പൊ ആ സെന്റൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവന്റെ അനിയനാണ് ആദ്യം ഉറങ്ങിയത്. അവന്റെ അനിയനാണ് ആദ്യം ഉറങ്ങിയത്. ആ ആക്ഷൻ ആദ്യം നടന്നത്. സോ ആ ആക്ഷൻ, അവൻ അനിയൻ ആദ്യം ഉറങ്ങി, അവിടെ എന്ത് ചെയ്യും, ഹാഡ് ചേർക്കും. ആദ്യം നടന്ന ആക്ഷന് തൊട്ട് മുമ്പ് ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ചേർക്കും. അത് സിമ്പിൾ ആണ്. മൈ ബ്രദർ ഹാഡ് സ്ലെപ്റ്റ് വെൻ ഐ റീച്ച്ഡ് ഹോം. ഞാൻ വീട്ടിലെത്തിയപ്പോൾ എന്റെ അനിയൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ആ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന ആക്ഷനാണ് എന്ത് ചെയ്ത്, ആൾറെഡി നടന്നത്. അതുകൊണ്ട് അത് എന്താണ്, ഫസ്റ്റിൽ നടന്ന ആക്ഷനാണ്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാഡ് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതേ ഉള്ളൂ. അടുത്തത്, ഫോർ ആൻ ആക്ഷൻ വിച്ച് ഹാപ്പൻ ബിഫോർ എ ഡെഫിനിറ്റ് ടൈം ഇൻ ദ പാസ്റ്റ്. They had finished their breakfast before 10 o'clock. They had finished their breakfast before 10 o'clock. എന്താ, for an action which happened before a definite time in the past. ഒരു പർട്ടിക്കുലർ ടൈം, ഒരു കൃത്യമായിട്ടുള്ള ടൈമിന് മുമ്പ് നടന്നു കഴിഞ്ഞ കാര്യം. They had finished their breakfast before 10 o'clock. അടുത്ത, for an action which took place and completed in the past. പാസ്റ്റിൽ തന്നെ കഴിഞ്ഞ ഒരു ആക്ഷൻ. അതിനെയും നമ്മൾ എന്ത് ചെയ്യും, ഈ പാസ്റ്റ് പെർഫെക്റ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. He had hurt his leg in an accident and he had to stay at home for 3 days. ഇവിടെ നോക്കിക്കേടെ, പാസ്റ്റിൽ തന്നെ നടന്ന് പാസ്റ്റിൽ തന്നെ തീർന്ന ഒരു ആക്ഷൻ. He had hurt.
ഹാഡ് ഹർട്ട്, അവിടെ പാസ്റ്റ് തന്നെ നടന്നു. ആൻഡ് ഹി ഹാഡ് ടു സ്റ്റേ അറ്റ് ഹോം, അവിടെയും പാസ്റ്റ്. അപ്പൊ അതുകൊണ്ട് രണ്ടും ആൾറെഡി പാസ്റ്റ് തന്നെ നടന്ന് പാസ്റ്റ് തന്നെ തീർന്നിട്ടുണ്ട്. രണ്ടും ഹാഡ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ എക്സാമ്പിള് PSC പോയിന്റ് ഓഫ് വ്യൂവില് പ്രസക്തമല്ല. ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ മാത്രമാണ് PSC പോയിന്റ് ഓഫ് വ്യൂവില് പ്രസക്തം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അടുത്ത ഈ പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കൂടെ ഒന്ന് പറയാം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കൂടെ ഒന്ന് പറയാം. ഓക്കെ, അപ്പോ സബ്ജക്ട് പ്ലസ് ഹാഡ് ഓർ ബീൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോഴത്തേനും സബ്ജക്ട് റേഞ്ച് പോയോ സാറേ?